ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പീഠഭൂമി മേഖലയിൽ ഏതൊക്കെ തരം ധാതുക്കളാണ് ധാരാളമായി കാണപ്പെടുന്നത്? ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, ഡോലോമൈറ്റ്, കൽക്കരി, ചെമ്പ്, യുറേനിയം, തോറിയം, ഫോസ്ഫേറ്റ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പീഠഭൂമി മേഖല ധാതുസമ്പത്തിന് പേരുകേട്ടതാണ്. ഈ മേഖലയിൽ ഇരുമ്പയിര്, കൽക്കരി തുടങ്ങിയ ലോഹധാതുക്കളും മൈക്ക, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ലോഹേതര ധാതുക്കളും സമൃദ്ധമായി കാണപ്പെടുന്നു. രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഈ ധാതുനിക്ഷേപങ്ങൾ വലിയ സംഭാവന നൽകുന്നു. വടക്കുകിഴക്കൻ പീഠഭൂമി മേഖലയിൽ ഏത് നദികളുടെ താഴ്വരകളിലാണ് സമ്പന്നമായ കൽക്കരി നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ദാമോദർ, മഹാനദി, സോൺ. ദാമോദർ, മഹാനദി, സോൺ നദികളുടെ താഴ്വരകൾ ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉത്പാദന മേഖലകളാണ്. ഗോണ്ട്വാന കാലഘട്ടത്തിലെ കൽക്കരി നിക്ഷേപങ്ങളാണ് ഇവിടെ പ്രധാനമായും കാണപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ഒരു പ്രധാന അടിത്തറ നൽകുന്നു. ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ പീഠഭൂമി മേഖലയിൽ പ്രത്യേകിച്ച് സമ്പന്നമായ ലോഹധാതുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്. ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ പീഠഭൂമി മേഖലയിൽ ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയ ലോഹധാതുക്കൾ ധാരാളമായി കാണപ്പെടുന്നു. കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ പ്രദേശം ഈ ധാതുക്കളുടെ ഉത്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. രാജ്യത്തിന്റെ ലോഹ വ്യവസായത്തിന് ഇത് ഒരു പ്രധാന ഉറവിടമാണ്. ഇന്ത്യയിലെ 3 പ്രധാന സ്വർണ്ണഖനികളും ഏത് ധാതു മേഖലയിലാണ് കാണപ്പെടുന്നത്? തെക്കുപടിഞ്ഞാറൻ പീഠഭൂമി മേഖല. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഖനികൾ തെക്കുപടിഞ്ഞാറൻ പീഠഭൂമി മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ കോലാർ സ്വർണ്ണഖനി ഇപ്പോൾ പ്രവർത്തനരഹിതം, കുട്ടി സ്വർണ്ണഖനി, രാമഗിരി സ്വർണ്ണഖനി എന്നിവയാണ് ഇവ. രാജ്യത്തിന്റെ സ്വർണ്ണ ഉത്പാദനത്തിൽ ഈ മേഖലയ്ക്ക് ചരിത്രപരമായി പ്രാധാന്യമുണ്ട്. കമ്പാത്ത് ഉൾക്കടൽ മുതൽ ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചുകിടക്കുന്ന വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ കാണുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? ചെമ്പും സിങ്കും. കമ്പാത്ത് ഉൾക്കടൽ മുതൽ ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചുകിടക്കുന്ന വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ ചെമ്പും സിങ്കും പോലുള്ള ലോഹധാതുക്കൾ ധാരാളമായി കാണപ്പെടുന്നു. രാജസ്ഥാനിലെ കേത്രി ചെമ്പ് ഖനികളും സവാർ സിങ്ക് ഖനികളും ഈ മേഖലയിലെ പ്രധാന ഉദാഹരണങ്ങളാണ്. ഈ ധാതുക്കൾ വ്യാവസായിക മേഖലയിൽ വലിയ പ്രാധാന്യമുള്ളവയാണ്. ഇന്ത്യയിലെ എല്ലാ ധാതുക്കളുടെയും സർവേ, പര്യവേക്ഷണം, ഖനനം എന്നിവയ്ക്ക് ഏതു മന്ത്രാലയമാണ് ഉത്തരവാദി? പ്രത്യേക ഒഴിവാക്കലുകൾ സഹിതം. ഖനി മന്ത്രാലയം. ഒഴിവാക്കലുകൾ: പ്രകൃതിവാതകം, പെട്രോളിയം, ആണവ ധാതുക്കൾ, കൽക്കരി. ഇന്ത്യയിലെ ധാതുസമ്പത്തിന്റെ വിനിയോഗത്തിനും നിയന്ത്രണത്തിനും ഖനി മന്ത്രാലയം പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രകൃതിവാതകം, പെട്രോളിയം, ആണവ ധാതുക്കൾ, കൽക്കരി എന്നിവ ഒഴികെയുള്ള മറ്റ് എല്ലാ ധാതുക്കളുടെയും പര്യവേക്ഷണം, വികസനം, നിയന്ത്രണം എന്നിവ ഈ മന്ത്രാലയത്തിന്റെ ചുമതലയാണ്. രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ്. ഏത് നിയമത്തിന്റെ ഭരണത്തിനാണ് ഖനി മന്ത്രാലയം ഉത്തരവാദി? മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957 ഇന്ത്യയിലെ ധാതു ഖനന മേഖലയെ നിയന്ത്രിക്കുന്ന പ്രധാന നിയമമാണ്. ഈ നിയമത്തിന്റെ നടത്തിപ്പ് ഖനി മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. രാജ്യത്തെ ധാതു സമ്പത്ത് സുസ്ഥിരമായി വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഈ നിയമം അത്യന്താപേക്ഷിതമാണ്. ഖനി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ PSUs പേര് നൽകുക. നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്, നാൽക്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, HCL, മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡ്, MECL. നാൽക്കോ, HCL, MECL എന്നിവ ഖനി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾ അലുമിനിയം, ചെമ്പ്, ധാതു പര്യവേക്ഷണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന്റെ സ്വയംപര്യാപ്തത ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു. ഖനി മന്ത്രാലയത്തിന് കീഴിലുള്ള 2 ഗവേഷണ സ്ഥാപനങ്ങളുടെ പേര് നൽകുക. ജവഹർലാൽ നെഹ്റു അലുമിനിയം റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈൻ സെന്റർ, JNARDDC, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സ്, NIRM. ഖനന മേഖലയിലെ ഗവേഷണത്തിനും വികസനത്തിനും JNARDDC, NIRM.
തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ സംഭാവനകൾ നൽകുന്നു. അലുമിനിയം ഉൽപ്പാദനം, പാറ ഖനന സാങ്കേതികവിദ്യകൾ എന്നിവയിൽ ആധുനിക സമീപനങ്ങൾ വികസിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ സ്ഥാപനങ്ങൾ ധാതു വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ആധുനിക സാങ്കേതികവിദ്യകളിൽ ക്രിട്ടിക്കൽ മിനറൽസ് എങ്ങനെയാണ് വേർതിരിച്ചറിയപ്പെടുന്നത്? അവ ആധുനിക സാങ്കേതികവിദ്യകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ്, വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവയാണ്. ക്രിട്ടിക്കൽ മിനറൽസ് എന്നറിയപ്പെടുന്ന ധാതുക്കൾ ദേശീയ സമ്പദ്വ്യവസ്ഥയുടെയും സുരക്ഷയുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതും ഇവയുടെ ലഭ്യതയിൽ കുറവുണ്ടായാൽ ആധുനിക വ്യവസായങ്ങളെയും സാങ്കേതികവിദ്യകളെയും ഗുരുതരമായി ബാധിക്കുന്നവയുമാണ്. ഈ ധാതുക്കളുടെ സുസ്ഥിരമായ ലഭ്യത ഉറപ്പാക്കുന്നത് രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിക്കും പ്രതിരോധത്തിനും നിർണായകമാണ്. ഇന്ത്യയ്ക്ക് നിർണായകമായി കണക്കാക്കപ്പെടുന്ന ഏതെങ്കിലും രണ്ട് ധാതുക്കളുടെ പേരുകൾ പറയുക. ആന്റിമണി, കോബാൾട്ട്, ഗാലിയം, ഗ്രാഫൈറ്റ്, ലിഡിയം, നിക്കൽ, നിയോബിയം, സ്ട്രോൺഷ്യം. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമായ ധാതുക്കളാണ് ക്രിട്ടിക്കൽ മിനറൽസ്. ഇവയിൽ ലിഥിയം, കോബാൾട്ട് തുടങ്ങിയവ ഇലക്ട്രിക് വാഹന ബാറ്ററി, മൊബൈൽ ഫോൺ, പ്രതിരോധ സാമഗ്രികൾ എന്നിവയുടെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സംക്രമണത്തിലും ഡിജിറ്റൽവൽക്കരണത്തിലും ഇവയുടെ ലഭ്യത നിർണായകമാണ്. ഒരു രാജ്യത്തിന്റെ വികസനത്തിലും സുരക്ഷയിലും തന്ത്രപ്രധാന ധാതുക്കൾ, സ്ട്രാറ്റജിക് മിനറൽസ്, എന്തു പങ്ക് വഹിക്കുന്നു? അവ രാജ്യത്തിന്റെ വികസനത്തിലും സുരക്ഷയിലും നിർണായകമായ പങ്ക് വഹിക്കുന്നു, കൂടാതെ ദേശീയ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. തന്ത്രപ്രധാന ധാതുക്കൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, വ്യാവസായിക വികസനം, പ്രതിരോധം എന്നിവയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തവയാണ്. യുദ്ധസാമഗ്രികൾ, ബഹിരാകാശ സാങ്കേതികവിദ്യ, ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഇവ അത്യാവശ്യമാണ്. ഈ ധാതുക്കളുടെ ലഭ്യത രാജ്യത്തിന്റെ ആഗോള സ്വാധീനത്തെയും പ്രതിരോധശേഷിയെയും നേരിട്ട് സ്വാധീനിക്കുന്നു. എന്താണ് കാബൽ? അതിന്റെ സ്ഥാപനത്തിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് പങ്കെടുത്തത്? ഖനി മന്ത്രാലയത്തിന് കീഴിലുള്ള 3 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ്, നാൽക്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, HCL, മിനറൽ എക്സ്പ്ലോറേഷൻ കമ്പനി ലിമിറ്റഡ്, MECL എന്നിവയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച ഒരു സംയുക്ത സംരംഭ കമ്പനിയാണിത്. കാബൽ എന്നത് ഖനിജ് ബിഡേഷ് ഇന്ത്യ ലിമിറ്റഡ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയ്ക്ക് നിർണായകമായ ധാതുക്കളുടെ സുരക്ഷിതമായ വിതരണം ഉറപ്പാക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ ധാതുക്കൾ കണ്ടെത്താനും വികസിപ്പിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും ഈ സംരംഭം പ്രധാനമാണ്. ഇന്ത്യയിലെ മൊത്തം ധാതു ഉൽപ്പാദനത്തിന്റെ മൂല്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ 44.11%. ഒഡീഷ ഇരുമ്പ്, അയിര്, കൽക്കരി, ബോക്സൈറ്റ്, ക്രോമൈറ്റ് തുടങ്ങിയ ധാതുക്കളുടെ ഒരു പ്രധാന ഉൽപ്പാദക സംസ്ഥാനമാണ്. രാജ്യത്തിന്റെ വ്യാവസായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒഡീഷയുടെ ധാതു സമ്പത്ത് വലിയ പങ്ക് വഹിക്കുന്നു. ഈ സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗവും ധാതു ഖനനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏതെങ്കിലും 2 തരം ഇരുമ്പയിരുകളുടെ പേരുകൾ പറയുക. ഹേമറ്റൈറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് Fe2O3, മാഗ്നറ്റൈറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് Fe3O4, ലിമോണൈറ്റ് 2 Fe2O3.32O, സിഡറൈറ്റ് FeCO3. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ശേഖരങ്ങളിൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയാണ് മുന്നിൽ. ഹേമറ്റൈറ്റിന് ഇരുമ്പിന്റെ അംശം കൂടുതലും ചുവപ്പ് നിറവുമുണ്ട്. മാഗ്നറ്റൈറ്റിന് കറുപ്പ് നിറവും കാന്തിക സ്വഭാവവുമുണ്ട്. ഈ ഇരുമ്പയിരുകൾ രാജ്യത്തിന്റെ ഉരുക്ക് വ്യവസായത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിൽ ഹേമറ്റൈറ്റ് ഇരുമ്പയിരിന്റെ പ്രധാന ഉൽപ്പാദകരായ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ 1ാം സ്ഥാനം, ജാർഖണ്ഡ് 2ാം സ്ഥാനം, ഛത്തീസ്ഗഡ് 3ാം സ്ഥാനം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ബെൽറ്റുകൾ ഈ സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ മയൂർഭഞ്ച്, കെന്ദുജർ ജില്ലകളും ജാർഖണ്ഡിലെ സിംഗും ജില്ലയും ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയും ഹേമറ്റൈറ്റ് ഇരുമ്പയിരിന്റെ വൻ ശേഖരങ്ങൾക്ക് പേരുകേട്ടതാണ്. രാജ്യത്തിന്റെ ഉരുക്ക് വ്യവസായത്തിന്റെ നട്ടെല്ലാണ് ഈ മേഖലകൾ. ഇന്ത്യയിൽ മാഗ്നറ്റൈറ്റ് ഇരുമ്പയിരിന്റെ പ്രധാന ഉൽപ്പാദകരായ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക 1ാം സ്ഥാനം, ആന്ധ്രാപ്രദേശ് 2ാം സ്ഥാനം, രാജസ്ഥാൻ 3ാം സ്ഥാനം. മാഗ്നറ്റൈറ്റ് ഇരുമ്പയിരിന് ഉയർന്ന ഇരുമ്പ് അംശവും കാന്തിക സ്വഭാവവുമുണ്ട്.
കർണാടകയിലെ ചിക്മഗളൂരു, ചിത്രദുർഗ, തുംകൂർ ജില്ലകളും ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയും രാജസ്ഥാനിലെ ചില ഭാഗങ്ങളും മാഗ്നറ്റൈറ്റ് നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. പ്രത്യേകതരം സ്റ്റീൽ നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കുന്നു. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഒരു പ്രധാന ഇരുമ്പയിര് ഖനിയുടെ പേര് പറയുക. ഗുരുമഹിസാനി, സലൈപേട്ട്, ബഡാംബഹാർ. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഗുരുമഹിസാനി ഇരുമ്പയിര് ഖനി ഇന്ത്യയുടെ ഉരുക്ക് വ്യവസായത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഹേമറ്റൈറ്റ് ഇരുമ്പയിരിന്റെ വലിയ ശേഖരം ഇവിടെയുണ്ട്. ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ പോലുള്ള വ്യവസായങ്ങൾക്ക് ഇത് പ്രധാന അസംസ്കൃത വസ്തുവാണ്. ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിലെ ഒരു പ്രധാന ഇരുമ്പയിര് ഖനിയുടെ പേര് പറയുക. ഡല്ലി രാജ്ഹാര. ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡല്ലി രാജ്ഹാര ഖനി ബിലായ സ്റ്റീൽ പ്ലാന്റിന് ഇരുമ്പയിര് പ്രധാനമായി നൽകുന്നു. ഗുണമേന്മയുള്ള ഹേമറ്റൈറ്റ് ഇരുമ്പയിരിന്റെ സാന്നിധ്യം ഈ ഖനിയെ പ്രാധാന്യമുള്ളതാക്കുന്നു. പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്കും ദേശീയ ഉരുക്ക് ഉൽപ്പാദനത്തിനും ഇത് നിർണായകമാണ്. കർണാടകയിലെ ബല്ലാരി ജില്ലയിലെ ഒരു പ്രധാന ഇരുമ്പയിര് ഖനന മേഖലയുടെ പേര് പറയുക. സാൻഡൂർ ഹൊസ്പേട്ട്. കർണാടകയിലെ ബല്ലാരി ചിത്രദുർഗ മേഖലയിലെ സാൻഡൂർ ഹൊസ്പേട്ട് പ്രദേശം ഉയർന്ന ഗ്രേഡ് ഇരുമ്പയിരിന് പേരുകേട്ടതാണ്. ഇത് രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ സ്റ്റീൽ വ്യവസായത്തിന് അസംസ്കൃത വസ്തുക്കൾ നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. IMYB 2022 പ്രകാരം ഇന്ത്യയിലെ ഇരുമ്പയിര് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഒഡീഷ 1-ാം സ്ഥാനം, ഛത്തീസ്ഗഡ് 2-ാം സ്ഥാനം, കർണാടക 3-ാം സ്ഥാനം. ഇന്ത്യൻ മിനറൽസ് ഇയർബുക്ക് IMYB 2022 അനുസരിച്ച് ഒഡീഷയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഉൽപ്പാദകൻ. ഛത്തീസ്ഗഡും കർണാടകയും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ വരുന്നു. കൽക്കരിയുടെ പ്രധാന കരുതൽ ശേഖരങ്ങളുള്ള 3 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് പറയുക. ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ശേഖരങ്ങളിൽ ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ സംസ്ഥാനങ്ങളിലെ കൽക്കരി ശേഖരം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. കൽക്കരിയുടെ പ്രധാന ഉൽപ്പാദകരായ 3 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് പറയുക. ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നിവ. താപവൈദ്യുതി ഉൽപ്പാദനത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇത് പ്രധാനമാണ്. മാംഗനീസിന്റെ ഒരു പ്രധാന സങ്കരലോഹ ഉപയോഗവും അത് ഏതു വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിശദീകരിക്കുക. ഇത് സ്റ്റീൽ നിർമ്മാണത്തിൽ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ്, കൂടാതെ വ്യാവസായിക സമ്പദ്വ്യവസ്ഥയിലെ വളർച്ചയുടെ പ്രധാന സൂചകങ്ങളിൽ ഒന്നാണ് സ്റ്റീൽ. മാംഗനീസ് സ്റ്റീൽ നിർമ്മാണത്തിൽ ഒരു പ്രധാന ഘടകമാണ്, ഇത് സ്റ്റീലിന് കാഠിന്യവും ശക്തിയും നൽകുന്നു. സ്റ്റീൽ വ്യവസായം ഒരു രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയുടെയും വികസനത്തിന്റെയും ഒരു പ്രധാന സൂചകമായി കണക്കാക്കപ്പെടുന്നു. സ്റ്റീൽ നിർമ്മാണത്തിന് പുറമെ മാംഗനീസ് ഉപയോഗിക്കുന്ന മറ്റൊരു വ്യവസായം ഏതാണ്? ഡ്രൈ ബാറ്ററി വ്യവസായം. സ്റ്റീൽ നിർമ്മാണത്തിന് പുറമെ ഡ്രൈ ബാറ്ററി വ്യവസായത്തിലും മാംഗനീസ് ഉപയോഗിക്കുന്നു. മാംഗനീസ് ഡയോക്സൈഡ് MnO2 ഡ്രൈ സെൽ ബാറ്ററികളിൽ ഒരു ഡിപോളറൈസറായി പ്രവർത്തിക്കുന്നു. മാംഗനീസിന്റെ പ്രധാന കരുതൽ ശേഖരങ്ങളുള്ള 3 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് പറയുക. ഒഡീഷ, കർണാടക, മധ്യപ്രദേശ്. ഒഡീഷ, കർണാടക, മധ്യപ്രദേശ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന മാംഗനീസ് കരുതൽ ശേഖരങ്ങളുള്ള സംസ്ഥാനങ്ങൾ. ഈ ധാതുക്കൾ വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മാംഗനീസിന്റെ പ്രധാന ഉൽപ്പാദകരായ 3 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന മാംഗനീസ് ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. സ്റ്റീൽ, ഫെറോ അലോയ് വ്യവസായങ്ങൾക്ക് ഇത് അത്യാവശ്യമായ ഒരു ധാതുവാണ്. ഒഡീഷയിലെ പ്രധാനപ്പെട്ട 2 മാംഗനീസ് ഖനന മേഖലകളുടെ പേര് പറയുക. സുന്ദർഗഡ്, രായഗഡ, ബോലാംഗീർ, കിയോഞ്ചാർ, ജയ്പൂർ, മയൂർഭഞ്ച്, കോരാപുട്ട്, കലഹണ്ഡി. ഒഡീഷയിലെ പ്രധാന മാംഗനീസ് ഖനന മേഖലകളിൽ സുന്ദർഗഡ്, രായഗഡ, ബോലാംഗീർ, കിയോഞ്ചാർ തുടങ്ങിയവ ഉൾപ്പെടുന്നു.
ഇന്ത്യയിലെ മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഒഡീഷയ്ക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് ഗവർണറുടെ അംഗീകാരം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 200. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 200 ഒരു സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് ഗവർണറുടെ അംഗീകാരം നൽകുന്ന പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഗവർണർക്ക് ബില്ലിന് അംഗീകാരം നൽകാനോ തടഞ്ഞുവെക്കാനോ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി മാറ്റിവെക്കാനോ ഉള്ള അധികാരമുണ്ട്. ഗവർണർ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുന്ന ബില്ലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 201. അനുച്ഛേദം 201 പ്രകാരം സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ചില ബില്ലുകൾ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി ഗവർണർക്ക് മാറ്റിവെക്കാൻ അധികാരമുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ അധികാരങ്ങളെ ബാധിക്കുന്ന ബില്ലുകളാണ് ഇത്തരത്തിൽ സാധാരണയായി മാറ്റിവെക്കാറുള്ളത്. സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്ത സമയങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 213. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 213 സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്ത സമയങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഗവർണർക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നു. ഈ ഓർഡിനൻസുകൾക്ക് നിയമസഭയുടെ നിയമങ്ങൾക്ക് സമാനമായ പ്രാബല്യമുണ്ട്. ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 214. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 214 ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നു. ഇത് സംസ്ഥാനതലത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഹൈക്കോടതികളെ കോർട്ട് ഓഫ് റെക്കോർഡ് ആയി പ്രഖ്യാപിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 215. അനുച്ഛേദം 215 പ്രകാരം ഹൈക്കോടതികൾ കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും. ഇതിനർത്ഥം ഹൈക്കോടതികളുടെ വിധികൾ രേഖയായി സൂക്ഷിക്കപ്പെടുകയും മറ്റു കോടതികൾക്ക് റഫറൻസായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. ഹൈക്കോടതികളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 216. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 216 ഓരോ ഹൈക്കോടതിയുടെയും രൂപീകരണത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ഇതിൽ ഒരു ചീഫ് ജസ്റ്റിസും പ്രസിഡന്റ് ആവശ്യാനുസരണം നിയമിക്കുന്ന മറ്റ് ജഡ്ജിമാരും ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആര്? ഏതു വർഷം? ദാദാഭായ് നവറോജി 1868 ൽ. ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന തന്റെ പുസ്തകത്തിലൂടെ 1868 ൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം 20 രൂപ ആയി കണക്കാക്കിയത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച ആദ്യകാല പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഈ കണക്കുകൂട്ടൽ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഇന്ത്യയിൽ ദേശീയ വരുമാന സമിതി രൂപീകരിച്ചത് എന്ന് ആരുടെ അധ്യക്ഷതയിൽ? 1949 ൽ പി.സി. മഹലനോബിസിന്റെ അധ്യക്ഷതയിൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കുന്നതിനായി 1949 ൽ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആയിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവായി അറിയപ്പെടുന്ന ഇദ്ദേഹം ഇന്ത്യയുടെ ആസൂത്രണ പ്രക്രിയയിലും നിർണായക പങ്ക് വഹിച്ചു. ഈ സമിതിയുടെ ശുപാർശകൾ ഇന്ത്യയിലെ ദേശീയ വരുമാന കണക്കെടുപ്പുകൾക്ക് ഒരു അടിസ്ഥാന ചട്ടക്കൂട് നൽകി. 1949 ൽ രൂപീകരിച്ച ദേശീയ വരുമാന സമിതിയിലെ അധ്യക്ഷൻ ഒഴികെയുള്ള മറ്റ് അംഗങ്ങൾ ആരെല്ലാം? വി. റാവു, ആർ. ഗാഡ്ഗിൽ എന്നിവർ. പി.സി. മഹലനോബിസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ദേശീയ വരുമാന സമിതിയിൽ വി. റാവു, ഡോക്ടർ ആർ. ഗാഡ്ഗിൽ എന്നീ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും അംഗങ്ങളായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുകയും ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രീതിശാസ്ത്രം രൂപീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സമിതിയുടെ പ്രധാന ദൗത്യം. ഇവരുടെ കണ്ടെത്തലുകൾ ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിന് വലിയ സംഭാവനകൾ നൽകി. നിലവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏത് സംഘടനയാണ്? 2019 മെയ് മാസത്തിനു മുമ്പ് ഈ ചുമതല വഹിച്ചിരുന്നത് ഏത് സ്ഥാപനമായിരുന്നു? നിലവിൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO, 2019 മെയ് മാസത്തിനു മുമ്പ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് CSO. 2019 മെയ് മാസത്തിൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ MOSPI ന് കീഴിലുള്ള നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്
എൻഎസ്എസ്ഒ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്, സിഎസ്ഒ എന്നിവയെ ലയിപ്പിച്ച് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എൻഎസ്ഒ രൂപീകരിച്ചു. നിലവിൽ എൻഎസ്ഒ ആണ് ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്കെടുപ്പുകളും മറ്റു പ്രധാന സ്ഥിതിവിവരക്കണക്കുകളും പുറത്തുവിടുന്നതിനുള്ള ചുമതല വഹിക്കുന്നത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സാമ്പത്തിക വർഷം ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന സാമ്പത്തിക വർഷം ഏപ്രിൽ 1 ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്നു. ഇത് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്കുകൾ ക്രോഡീകരിക്കുന്നതിനും നയരൂപീകരണത്തിനും അടിസ്ഥാനമാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ഘടകച്ചെലവിനു ഫാക്ടർ കോസ്റ്റ് പകരം വിപണി വിലയിൽ മാർക്കറ്റ് പ്രൈസ് കണക്കാക്കാൻ തുടങ്ങിയത് എന്നുമുതലാണ്? 2015 ജനുവരി മുതൽ. 2015 ജനുവരി മുതൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രീതിയിൽ മാറ്റം വരുത്തി. ഘടകച്ചെലവിനു ഫാക്ടർ കോസ്റ്റ് പകരം വിപണി വില മാർക്കറ്റ് പ്രൈസ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് സഹായിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള നിലവിലെ അടിസ്ഥാന വർഷം ഏതാണ്? 2011 മുതൽ 12 വരെ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാന വർഷം എന്നത് വിലമാറ്റങ്ങളുടെ സ്വാധീനം ഒഴിവാക്കി യഥാർത്ഥ വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു റഫറൻസ് വർഷമാണ്. നിലവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാന വർഷം 2011 മുതൽ 12 വരെയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനവും ഉദ്യോഗവ്യവസ്ഥകളും വ്യക്തമാക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 217. അനുച്ഛേദം 217 ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും അവരുടെ യോഗ്യതകൾ, വിരമിക്കൽ പ്രായം, ശമ്പളം തുടങ്ങിയ ഉദ്യോഗവ്യവസ്ഥകളും വിശദീകരിക്കുന്നു. പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് ഈ നിയമനങ്ങൾ നടത്തുന്നു. നിലവിലെ വിലയിലുള്ള ദേശീയ വരുമാനത്തിന്റെ മറ്റൊരു പേരെന്ത്? നോമിനൽ ദേശീയ വരുമാനം നോമിനൽ നാഷണൽ ഇൻകം. നിലവിലെ വിലയിലുള്ള ദേശീയ വരുമാനത്തെ നോമിനൽ ദേശീയ വരുമാനം എന്ന് പറയുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവിനെയും നിലവിലെ വിപണി വിലകളെയും പ്രതിഫലിക്കുന്നു. വിലപ്പെരുപ്പം ഇതിനെ സ്വാധീനിക്കും. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സാധാരണയായി ഒഴിവാക്കുന്ന ഇനങ്ങൾ ഏതെല്ലാമാണ്? ഇടത്തരം ഉൽപ്പന്നങ്ങളുടെ മൂല്യം, പഴയ സാധനങ്ങളുടെ മൂല്യം, ഗാർഹിക സേവനങ്ങൾ, സാമ്പത്തിക ആസ്തികൾ, ഓഹരികളോ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ പോലുള്ളവ, കൈമാറ്റ പണമിടപാടുകൾ, പെൻഷൻ അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് പോലെ വിദേശത്തുനിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇരട്ടക്കണക്ക് ഒഴിവാക്കാനും യഥാർത്ഥ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാത്രം ഉൾപ്പെടുത്താനും ചില ഇനങ്ങൾ ഒഴിവാക്കാറുണ്ട്. ഇടത്തരം ഉൽപ്പന്നങ്ങൾ, പഴയ സാധനങ്ങൾ, കൈമാറ്റ പണമിടപാടുകൾ തുടങ്ങിയവ ഈ ഗണത്തിൽപ്പെടുന്നു. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ GNP നിന്ന് അറ്റ ദേശീയ ഉൽപ്പന്നം NNP എങ്ങനെയാണ് കണക്കാക്കുന്നത്? NNP സമം GNP തേയ്മാനം ഡെപ്രീഷിയേഷൻ. അറ്റ ദേശീയ ഉൽപ്പന്നം NNP ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഉൽപ്പാദനത്തിന്റെ യഥാർത്ഥ മൂല്യം കണക്കാക്കുന്നു. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ GNP നിന്ന് ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിച്ച മൂലധന വസ്തുക്കളുടെ തേയ്മാനം ഡെപ്രീഷിയേഷൻ കുറച്ചാണ് NNP കണ്ടെത്തുന്നത്. പ്രതിശീർഷ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നത്? പ്രതിശീർഷ വരുമാനം സമം ദേശീയ വരുമാനം ജനസംഖ്യ. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി വരുമാനം സൂചിപ്പിക്കുന്ന പ്രധാന സാമ്പത്തിക സൂചകമാണ് പ്രതിശീർഷ വരുമാനം. മൊത്തം ദേശീയ വരുമാനത്തെ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ഇത് കണക്കാക്കുന്നത്. ചില റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 226 മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനും മറ്റ് നിയമപരമായ ആവശ്യങ്ങൾക്കുമായി ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, ക്വോ വാറന്റോ, സെർഷ്യോററി തുടങ്ങിയ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്നു. MNREGA പ്രകാരമുള്ള കൂലിനിരക്ക് ഭാരത സർക്കാർ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഉപഭോക്തൃവില സൂചിക കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ചുള്ള പണപ്പെരുപ്പം കണക്കിലെടുത്ത് ഓരോ സംസ്ഥാനത്തിനും വെവ്വേറെയാണ് ഇത് നിർണ്ണയിക്കുന്നത്. എയുടെ കീഴിലുള്ള കൂലിനിരക്ക് ഓരോ സാമ്പത്തിക വർഷവും ഉപഭോക്തൃവില സൂചികയെ അടിസ്ഥാനമാക്കി സംസ്ഥാനാടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്നു.
ഇത് പ്രാദേശിക പണപ്പെരുപ്പത്തിന് അനുസരിച്ച് തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MNREGA പ്രകാരം അൺസ്കിൽഡ് തൊഴിലിനും സാമഗ്രികളുടെ ചിലവിനുമുള്ള ധനസഹായ രീതി എങ്ങനെയാണ്? അൺസ്കിൽഡ് മാനുവൽ തൊഴിലിന്റെ ചിലവ് 100% ഭാരത സർക്കാരും സാമഗ്രികളുടെ ചിലവിന്റെ 75% ഭാരത സർക്കാരും വഹിക്കുന്നു. MNREGA പദ്ധതിയിൽ അൺസ്കിൽഡ് തൊഴിലാളികൾക്കുള്ള വേതനം പൂർണ്ണമായും 100% കേന്ദ്ര സർക്കാർ വഹിക്കുന്നു. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ ചിലവിന്റെ 75% കേന്ദ്ര സർക്കാരും ബാക്കി സംസ്ഥാന സർക്കാരും വഹിക്കുന്നു. ഒരു ഗ്രാമപഞ്ചായത്ത് MNREGA പ്രകാരം ചെയ്യുന്ന ജോലികൾക്കുള്ള തൊഴിൽ സാമഗ്രി ചിലവ് അനുപാതം എത്രയാണ്? തൊഴിൽ ചിലവും സാമഗ്രി ചിലവും തമ്മിലുള്ള നിർബന്ധിത അനുപാതം 60:40 ആണ്. MNREGA പദ്ധതി പ്രകാരം ചെയ്യുന്ന ജോലികളിൽ തൊഴിൽ ചിലവിനും സാമഗ്രി ചിലവിനുമിടയിൽ അനുപാതം 60:40 എന്ന അനുപാതം നിർബന്ധമാണ്. ഇത് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനായി MNREGA അനുവദിച്ച ബഡ്ജറ്റ് എത്രയാണ്? 86,000 കോടി രൂപ. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് MNREGA പദ്ധതിക്കായി 86,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇത് ഗ്രാമീണ മേഖലയിലെ തൊഴിൽദാന പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന SGSY നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആയി പുനഃസംഘടിപ്പിച്ചത് എന്നാണ്? 2011 ജൂൺ 3. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ ലക്ഷ്യമിട്ട സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന SGSY 2011 ജൂൺ 3 നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM ആയി പുനഃസംഘടിപ്പിച്ചു. ഇത് ഗ്രാമീണ ഉപജീവനമാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ്? 2015 നവംബർ. 2015 നവംബറിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഉപജീവനമാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ഈ മാറ്റം. ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന പദ്ധതിക്ക് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാധാരണ ധനസഹായ അനുപാതം എത്രയാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാധാരണ ധനസഹായ അനുപാതം 75:25 ആണ്. പദ്ധതിയിൽ സാധാരണയായി കേന്ദ്ര സർക്കാർ 75% ധനസഹായം നൽകുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ 25% വഹിക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾക്കും ഈ അനുപാതത്തിൽ വ്യത്യാസങ്ങളുണ്ടാവാം. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയ്ക്ക് പകരമായി നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ NULM ആരംഭിച്ചത് എന്നാണ്? 2013 സെപ്റ്റംബർ 23. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന SJSRY എന്ന പഴയ പദ്ധതിക്ക് പകരമായി നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ NULM 2013 സെപ്റ്റംബർ 23 ആരംഭിച്ചു. നഗരങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കാനും ഉപജീവനമാർഗങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ നടപ്പിലാക്കുന്ന മന്ത്രാലയം ഏതാണ്? ഭവന നഗര ദാരിദ്ര്യ ലഘൂകരണ മന്ത്രാലയം. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ നഗരങ്ങളിലെ ദരിദ്രരുടെ ഉപജീവനമാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഭവന നഗര ദാരിദ്ര്യ ലഘൂകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. നഗരങ്ങളിലെ ദരിദ്രർക്ക് നൈപുണ്യ പരിശീലനവും സ്വയം തൊഴിൽ അവസരങ്ങളും നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2013 ആരംഭിച്ച ഈ പദ്ധതി ദേശീയ നഗര ഉപജീവന മിഷൻ NULM എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, പിന്നീട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ടിംഗ് അനുപാതം എത്രയാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പൊതു ഫണ്ടിംഗ് അനുപാതം 60:40 ആണ്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്.
ഇതിന്റെ ഫണ്ടിംഗ് അനുപാതം പൊതുവെ കേന്ദ്രത്തിന് 60%, സംസ്ഥാനങ്ങൾക്ക് 40%. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾക്കും ഈ അനുപാതത്തിൽ മാറ്റങ്ങളുണ്ടാവാം, അവിടെ കേന്ദ്രവിഹിതം കൂടുതലായിരിക്കും. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 2016 ജനുവരി 16. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2016 ജനുവരി 16-നാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്ത് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതുസംരംഭകർക്ക് അനുയോജ്യമായ ഒരു ആവാസവ്യവസ്ഥ ഒരുക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ധനസഹായം, ഇൻകുബേഷൻ പിന്തുണ, റെഗുലേറ്ററി ഇളവുകൾ എന്നിവയിലൂടെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2024 ഓഗസ്റ്റ് വരെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യയിലുടനീളം ഏകദേശം എത്ര സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു? 1,37,332. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം രാജ്യത്ത് സംരംഭകത്വ മേഖലയിൽ വലിയ ഉത്തേജനം നൽകിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,37,332-ൽ അധികം സ്റ്റാർട്ടപ്പുകൾ ഈ പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ സംരംഭം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വലിയ സംഭാവന നൽകുന്നു. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് എവിടെ നിന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2016 ഏപ്രിൽ 5-ന് നോയിഡയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതി 2016 ഏപ്രിൽ 5-ന് ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നാണ് ഉദ്ഘാടനം ചെയ്തത്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സംരംഭകർക്കും വനിതാ സംരംഭകർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി സാമ്പത്തിക സഹായം നൽകി അവരെ പിന്തുണയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ സാമൂഹിക സമത്വം ഉറപ്പാക്കുക എന്നതും ഇതിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങളിലൊന്നാണ്. സിക്കിം സംസ്ഥാനത്ത് പ്രധാനമായും കാണപ്പെടുന്ന 2 പ്രധാന തദ്ദേശീയ സമൂഹങ്ങൾ ഏതെല്ലാമാണ്? ഭൂട്ടിയ, ലെപ്ച. സിക്കിമിൽ പ്രധാനമായും കാണപ്പെടുന്ന 2 തദ്ദേശീയ സമൂഹങ്ങളാണ് ഭൂട്ടിയയും ലെപ്ചയും. ഈ ജനവിഭാഗങ്ങൾക്ക് സിക്കിമിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ രൂപീകരണത്തിൽ നിർണായക പങ്കുണ്ട്. അവർക്ക് തനതായ ഭാഷകളും ആചാരങ്ങളുമുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന് സംഭാവന നൽകുന്നു. തനതായ അജപാലന സംസ്കാരത്തിനും സവിശേഷമായ വീപ്പ ആകൃതിയിലുള്ള കുടിലുകൾക്കും പേരുകേട്ട തോഡ ഗോത്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ തദ്ദേശവാസികളാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്ന തദ്ദേശീയ ഗോത്രവിഭാഗമാണ് തോഡ. അവരുടെ തനതായ അജപാലന സംസ്കാരവും വീപ്പ ആകൃതിയിലുള്ള കുടിലുകളും മുണ്ടുകൾ പ്രശസ്തമാണ്. തോഡ ജനതയുടെ സംസ്കാരം ദക്ഷിണേന്ത്യയിലെ ഗോത്രവർഗ ജീവിതത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. രാജസ്ഥാൻ സംസ്ഥാനത്ത് പ്രധാനമായും കാണപ്പെടുന്ന 2 പ്രധാന ഗോത്രവിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ബിൽ, മീണ. രാജസ്ഥാൻ സംസ്ഥാനത്തെ പ്രധാന ഗോത്രവിഭാഗങ്ങളാണ് ബിൽ, മീണ എന്നിവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട ഇവരുടെ ജനസംഖ്യ രാജസ്ഥാനിൽ ഗണ്യമായ അളവിൽ കാണപ്പെടുന്നു. ഈ ഗോത്രവിഭാഗങ്ങൾക്ക് തനതായ ചരിത്രവും സംസ്കാരവുമുണ്ട്. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതി പ്രകാരം പട്ടികജാതി, പട്ടികവർഗ, വനിതാ സംരംഭകർക്ക് നൽകുന്ന വായ്പാ ലക്ഷ്യം എന്താണ്? ഓരോ വാണിജ്യ ബാങ്ക് ശാഖയിൽ നിന്നും ഒരു പുതിയ സംരംഭത്തിനായി കുറഞ്ഞത് ഒരു പട്ടികജാതി, പട്ടികവർഗ വായ്പക്കാരനും ഒരു വനിതാ വായ്പക്കാരിയും ഉൾപ്പെടെ 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വായ്പ നൽകുക എന്നതാണ്. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും വനിതാ സംരംഭകർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി സാമ്പത്തിക സഹായം നൽകുക എന്നതാണ്. ഓരോ വാണിജ്യ ബാങ്ക് ശാഖയും കുറഞ്ഞത് ഒരു സംരംഭകനും ഒരു വനിതാ സംരംഭകയ്ക്കും 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വായ്പ നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഇതിലൂടെ സാമ്പത്തിക ഉൾപ്പെടുത്തലും സംരംഭകത്വ വികസനവും സാധ്യമാക്കുന്നു. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കുന്നതിന് പുനർവായ്പ, റീഫൈനാൻസ് നൽകുന്ന സ്ഥാപനം ഏതാണ്? സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ പുനർവായ്പ, റീഫൈനാൻസ് നൽകുന്നത് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ചെറുകിട വ്യവസായങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു പ്രധാന ധനകാര്യ സ്ഥാപനമാണ് സിഡ്ബി. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ പുതുസംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സിഡ്ബിക്ക് പ്രധാന പങ്കുണ്ട്.
ഇന്ത്യയുടെ ആദ്യത്തെ സംയോജിത ദേശീയ നൈപുണ്യ വികസന സംരംഭകത്വ നയം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് എന്നാണ്? 2015 ജൂലൈ 1. ഇന്ത്യയുടെ ആദ്യത്തെ സംയോജിത ദേശീയ നൈപുണ്യ വികസന സംരംഭകത്വ നയം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രന്യൂർഷിപ്പ് പോളിസി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് 2015 ജൂലൈ 1-നാണ്. രാജ്യത്തെ യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽപരമായി പ്രാപ്തരാക്കുക എന്നതും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിവിധ നൈപുണ്യ വികസന പദ്ധതികൾക്ക് ഒരു ഏകീകൃത ചട്ടക്കൂട് നൽകാൻ ഇത് സഹായിച്ചു. ദേശീയ നൈപുണ്യ വികസന മിഷൻ ആരംഭിച്ചതും ദേശീയ നൈപുണ്യ വികസന സംരംഭകത്വ നയം 2015 പുറത്തിറക്കിയതും എന്നാണ്? 2015 ജൂലൈ 15. ദേശീയ നൈപുണ്യ വികസന മിഷൻ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ ആരംഭിക്കുകയും ദേശീയ നൈപുണ്യ വികസന സംരംഭകത്വ നയം 2015 നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രന്യൂർഷിപ്പ് പോളിസി 2015 പുറത്തിറക്കുകയും ചെയ്തത് 2015 ജൂലൈ 15-നാണ്. രാജ്യത്ത് നൈപുണ്യ വികസന ശ്രമങ്ങൾക്ക് വേഗതയും ഏകോപനവും നൽകുക എന്നതായിരുന്നു ഈ നീക്കങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യയുടെ മാനവ വിഭവശേഷിക്ക് തൊഴിൽപരമായ മികവ് നൽകി സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാൻ ഇത് സഹായിക്കുന്നു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY ആരംഭിച്ചത് എന്നാണ്? 2015 ജൂലൈ 15. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY 2015 ജൂലൈ 15-നാണ് ആരംഭിച്ചത്. രാജ്യത്തെ യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകി അവരെ തൊഴിൽപരമായി പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് ദേശീയ നൈപുണ്യ വികസന മിഷന്റെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ട ഒരു പ്രധാന പദ്ധതിയാണ്. കൂടാതെ ഇതിനു കീഴിൽ ആയിരക്കണക്കിന് യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY പ്രകാരം 2022ഓടെ പരിശീലനം നൽകാനുള്ള യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? 40 കോടി ആളുകൾക്ക് വിവിധ കഴിവുകളിൽ പരിശീലനം നൽകുക എന്നതായിരുന്നു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 2015-ൽ നൈപുണ്യ വികസന മന്ത്രാലയം ആരംഭിച്ച ഒരു പ്രധാന പദ്ധതിയാണ്. രാജ്യത്തെ യുവാക്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2022ഓടെ 40 കോടി ആളുകൾക്ക് വിവിധ മേഖലകളിൽ നൈപുണ്യ പരിശീലനം നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSDC. PMKVY പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് NSDC. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ നൈപുണ്യ വികസന സംരംഭങ്ങളെ ഏകോപിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഗുണമേന്മയുള്ള പരിശീലനം ഉറപ്പാക്കി തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ NSDC സഹായിക്കുന്നു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY 4.0 എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 2023 മുതൽ 24 വരെയിലെ കേന്ദ്ര ബജറ്റിൽ. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ 4ാം ഘട്ടമായ PMKVY 4.0 2023 മുതൽ 24 വരെയിലെ കേന്ദ്ര ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. പുതിയ കാലഘട്ടത്തിലെ തൊഴിൽ ആവശ്യകതകൾക്കനുസരിച്ച് യുവാക്കൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകി അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം. നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകി തൊഴിൽ വിപണിയിലെ വിടവുകൾ നികത്താൻ ഇത് സഹായിക്കുന്നു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY ഏതുതരം ഇൻഷുറൻസ് പദ്ധതിയാണ്? ഇതൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY എന്നത് കുറഞ്ഞ പ്രീമിയത്തിൽ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. അപകടം മൂലമുണ്ടാകുന്ന മരണം, പൂർണ്ണമായ അംഗവൈകല്യം, ഭാഗികമായ അംഗവൈകല്യം എന്നിവയ്ക്ക് ഇത് പരിരക്ഷ നൽകുന്നു. രാജ്യത്തെ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY എപ്പോൾ, എവിടെ നിന്നാണ് ആരംഭിച്ചത്? 2015 മെയ് 9 കൊൽക്കത്തയിൽ നിന്ന്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY 2015 മെയ് 9 കൊൽക്കത്തയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്.
രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, PMJJBY, അടൽ പെൻഷൻ യോജന, APY എന്നിവയോടൊപ്പം ഇതും ലോഞ്ച് ചെയ്തു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ PMSBY ചേരുന്നതിനുള്ള പ്രായപരിധി മാനദണ്ഡം എന്താണ്? 18നും 70നുമിടയിൽ പ്രായമുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ളവർക്ക് യോഗ്യതയുണ്ട്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ PMSBY അംഗങ്ങളാകാൻ 18നും 70നുമിടയിൽ പ്രായമുള്ള ഏതൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്കും സാധിക്കും. ഓരോ വർഷവും ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിലൂടെ പ്രീമിയം അടയ്ക്കുന്നതിലൂടെ ഈ ഇൻഷുറൻസ് പരിരക്ഷ നിലനിർത്താനാകും. അപകടം മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2022 ജൂൺ 1 കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുടെ PMSBY നിലവിലെ വാർഷിക പ്രീമിയം എത്രയാണ്? പ്രതിവർഷം 20 രൂപ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുടെ PMSBY വാർഷിക പ്രീമിയം 2022 ജൂൺ 1 മുതൽ പ്രതിവർഷം 20 രൂപയായി വർദ്ധിപ്പിച്ചു. നേരത്തെ ഇത് 12 രൂപയായിരുന്നു. ഈ കുറഞ്ഞ പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് വഴി അടയ്ക്കുന്നതിലൂടെ അംഗങ്ങൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ തുടർച്ചയായി നിലനിർത്താൻ സാധിക്കും. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ചിലവിൽ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാനപ്പെട്ട സാമൂഹിക സുരക്ഷാ പദ്ധതിയാണിത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY പ്രകാരം അപകട മരണം അല്ലെങ്കിൽ പൂർണ്ണ അംഗവൈകല്യം എന്നിവയ്ക്ക് ലഭിക്കുന്ന കവറേജ് തുക എത്രയാണ്? 2 ലക്ഷം രൂപ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY പ്രകാരം അപകട മരണം സംഭവിക്കുകയോ പൂർണ്ണമായ സ്ഥിരമായ അംഗവൈകല്യം ഉണ്ടാകുകയോ ചെയ്യുന്ന പക്ഷം 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഭാഗികമായ അംഗവൈകല്യത്തിന് 1 ലക്ഷം രൂപയുടെ പരിരക്ഷയും ഇത് നൽകുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അപകട സമയത്ത് വലിയൊരു താങ്ങായി മാറാൻ ഈ പദ്ധതി സഹായിക്കുന്നു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY ഏതുതരം ഇൻഷുറൻസ് പോളിസിയാണ്? ഇതൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY എന്നത് ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. പോളിസി ഉടമയുടെ ഏതെങ്കിലും കാരണത്താലുള്ള മരണം സംഭവിച്ചാൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കുറഞ്ഞ വാർഷിക പ്രീമിയത്തിൽ വലിയ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY പ്രകാരം മരണാനന്തര ആനുകൂല്യമായി ലഭിക്കുന്ന കവറേജ് തുക എത്രയാണ്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY പ്രകാരം പോളിസി ഉടമ മരണപ്പെട്ടാൽ നോമിനിക്ക് 2 ലക്ഷം രൂപയുടെ മരണാനന്തര ആനുകൂല്യം ലഭിക്കും. എല്ലാ വർഷവും പുതുക്കാവുന്ന ഈ ടേം ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കുറഞ്ഞ പ്രീമിയത്തിൽ സാധാരണക്കാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു. അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ കുടുംബത്തിന് ഒരു താങ്ങായി മാറാൻ ഇത് സഹായിക്കുന്നു. പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY ആരംഭിച്ചത് എന്ന്? 2015 മെയ് 9. PMJJBY ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് താങ്ങാനാവുന്ന പ്രീമിയത്തിൽ ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നു. 2015 മെയ് 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ PMJJBY ചേരുന്നതിനുള്ള പ്രായപരിധി മാനദണ്ഡം എന്താണ്? 18 മുതൽ 50 വരെ വയസ്സിനിടയിലുള്ളവർക്ക് അർഹതയുണ്ട്. PMJJBY ഒരു വാർഷിക പുതുക്കാവുന്ന ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. 18നും 50നുമിടയിൽ പ്രായമുള്ള ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട്. 2022 ജൂൺ 1 പ്രകാരം പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുടെ PMJJBY നിലവിലെ വാർഷിക പ്രീമിയം എത്രയാണ്? പ്രതിവർഷം 436 രൂപ. PMJJBYയുടെ വാർഷിക പ്രീമിയം 2022 ജൂൺ 1 മുതൽ 330 രൂപയിൽ നിന്ന് 436 രൂപയായി പരിഷ്കരിച്ചു. ഈ പദ്ധതിയുടെ കീഴിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപയുടെ ലൈഫ് കവർ ലഭിക്കും. തനതായ ഭാഷയ്ക്കും കാർഷിക ജീവിതശൈലിക്കും പേരുകേട്ട താരു ഗോത്രം നൽകിയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ ടെറായി മേഖലയിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്?
ഉത്തരാഖണ്ഡ്. താരു ഗോത്രം പ്രധാനമായും ഉത്തരാഖണ്ഡിലെ ടെറായി മേഖലയിൽ കാണപ്പെടുന്നു. തനതായ ഭാഷയും കാർഷിക ജീവിതശൈലിയും ഇവരുടെ പ്രത്യേകതകളാണ്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ടെറായി പ്രദേശങ്ങളിലുടനീളം ഈ ഗോത്രവിഭാഗത്തെ കണ്ടെത്താൻ സാധിക്കും. പ്രമുഖ ബുദ്ധമത വംശീയ വിഭാഗമായ ചക്മ ഗോത്രം നൽകിയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഏത് രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തദ്ദേശീയ സമൂഹമായിട്ടാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ത്രിപുരയും പശ്ചിമ ബംഗാളും. ചക്മ ഗോത്രം പ്രധാനമായും ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും തദ്ദേശീയ സമൂഹമായി അറിയപ്പെടുന്നു. ഇവർ ബുദ്ധമതം പിന്തുടരുന്ന ഒരു പ്രധാന വംശീയ വിഭാഗമാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗങ്ങളിലും ബംഗ്ലാദേശിലെ ചിറ്റഗോങ് കുന്നുകളിലും ഇവരുടെ സാന്നിധ്യം കാണാം. ലോധ ഗോത്രവർഗം ഒരു പട്ടികവർഗം നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമായും ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പശ്ചിമ ബംഗാൾ. ലോധ ഗോത്രവർഗം പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട പട്ടികവർഗ വിഭാഗമാണ്. ഇവരെ പ്രധാനമായും പശ്ചിമ മിഡ്നാപൂർ, ബാങ്കുറ, പുരുളിയ എന്നീ ജില്ലകളിൽ കണ്ടുവരുന്നു. ഇന്ത്യയിലെ സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യം മനസ്സിലാക്കാൻ ഇത്തരം ഗോത്രവിഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രധാനമാണ്. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാൻ അനുവദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 231. അനുച്ഛേദം 231 പ്രകാരം പാർലമെന്റിന് നിയമനിർമ്മാണത്തിലൂടെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാൻ സാധിക്കും. ഇത് ജുഡീഷ്യൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ജില്ലാ ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 233. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 233 ജില്ലാ ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ വിശദീകരിക്കുന്നു. ഗവർണർ ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ച് ഈ നിയമനങ്ങൾ നടത്തുന്നു. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന് ബാധകമായ വ്യവസ്ഥകൾ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തേക്കും വ്യാപിപ്പിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 239A. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 239A പുതുച്ചേരിക്ക് ഒരു നിയമസഭയും മന്ത്രിസഭയും അനുവദിക്കുന്നു. 2019 ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമമനുസരിച്ച് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിനും സമാനമായ വ്യവസ്ഥകൾ ഈ അനുച്ഛേദത്തിലൂടെ ബാധകമാക്കി. ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണപരമായ പ്രത്യേകതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഡൽഹിയുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 239A. 69ാം ഭരണഘടനാ ഭേദഗതി 1991 വഴിയാണ് അനുച്ഛേദം 239A ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശം, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് നിർവചിക്കുകയും അതിന് ഒരു നിയമസഭയും മന്ത്രിസഭയും അനുവദിക്കുകയും ചെയ്യുന്നു. ഡൽഹിയുടെ ഭരണപരമായ സവിശേഷതകളെയും കേന്ദ്രവുമായുള്ള ബന്ധത്തെയും ഇത് വിശദീകരിക്കുന്നു. ബാങ്ക് നിരക്ക് എന്നാൽ എന്ത്? വാണിജ്യ ബാങ്കുകൾക്ക് ഈടാക്കാതെ പലപ്പോഴും ദീർഘകാലയളവിലേക്ക് സെൻട്രൽ ബാങ്ക് ഫണ്ട് കടം നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് നിരക്ക്. ബാങ്ക് നിരക്ക് എന്നത് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈടില്ലാതെ ദീർഘകാല വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയാണ്. രാജ്യത്തെ പണലഭ്യതയും പണപ്പെരുപ്പവും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ധനന ഉപകരണമാണിത്. ഈ നിരക്ക് ഉയർത്തുന്നത് ബാങ്കുകളുടെ വായ്പയെടുക്കാനുള്ള പ്രവണത കുറയ്ക്കുകയും അതുവഴി സമ്പദ്വ്യവസ്ഥയിലെ പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്യും. എന്താണ് പണപ്പെരുപ്പം? ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പം എന്നത് ഒരു നിശ്ചിത കാലയളവിൽ ദൈനംദിന ഉപയോഗത്തിനുള്ള ഭൂരിഭാഗം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവായ വിലനിലവാരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. പണപ്പെരുപ്പം സംഭവിക്കുമ്പോൾ കറൻസിയുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ഒരു യൂണിറ്റ് കറൻസിക്ക് മുൻപ് ലഭിച്ചിരുന്നതിനേക്കാൾ കുറവ് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുന്ന അവസ്ഥയാണിത്. ഇത് സമ്പദ്വ്യവസ്ഥയെ പല രീതിയിൽ ബാധിക്കാം. M1 പണവിതരണത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ട്രഷറിയിലുള്ള പണം പ്ലസ് ബാങ്കുകളിലെ അറ്റ് ഡിമാൻഡ് നിക്ഷേപങ്ങൾ പ്ലസ് റിസർവ് ബാങ്കിലെ മറ്റ് നിക്ഷേപങ്ങൾ C+DD പ്ലസ് ഓഡ് എന്നിവയാണ് M1 ഘടകങ്ങൾ. M1 എന്നത് ഏറ്റവും ചുരുങ്ങിയ പണവിതരണ അളവാണ്. ഇതിൽ പൊതുജനങ്ങളുടെ കയ്യിലുള്ള പണം, ബാങ്കുകളിലെ ഡിമാൻഡ് നിക്ഷേപങ്ങൾ, റിസർവ് ബാങ്കിലെ മറ്റ് നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് സമ്പദ്വ്യവസ്ഥയിലെ ദ്രവ്യതയെ ലിക്വിഡിറ്റി സൂചിപ്പിക്കുന്ന ഒരു പ്രധാന സൂചകമാണ്. M3, M4 പണവിതരണ അളവുകൾ തമ്മിലുള്ള വ്യത്യാസം വിശദമാക്കുക.
M3 ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങൾ. M4 പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ. M3 എന്നത് വിശാലമായ പണത്തിന്റെ അളവിനെ ബ്രോഡ് മണി സൂചിപ്പിക്കുന്നു. ഇതിൽ M1 ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങളും ഉൾപ്പെടുന്നു. M4 ആകട്ടെ M3 യോടൊപ്പം പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളും കൂടിച്ചേരുന്നതാണ്. ഈ അളവുകൾ ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലെ പണലഭ്യതയുടെ വിവിധ തലങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് MSFR എന്നാൽ എന്ത്? ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾക്ക് തങ്ങളുടെ SLR സെക്യൂരിറ്റികൾ ഈടായി വെച്ച് അടിയന്തര പണലഭ്യത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി RBIയിൽ നിന്ന് ഒറ്റരാത്രി കൊണ്ട് ഫണ്ട് കടം വാങ്ങാൻ കഴിയുന്ന നിരക്കാണ് MSFR. അടിയന്തര സാഹചര്യങ്ങളിൽ ഹ്രസ്വകാലത്തേക്ക് പണം ആവശ്യമായി വരുമ്പോൾ ബാങ്കുകൾക്ക് അവസാന ആശ്രയമായി RBIയെ സമീപിക്കാനുള്ള സൗകര്യമാണിത്. MSF നിരക്ക് സാധാരണയായി റെപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഇത് ബാങ്കുകളെ ഈ സൗകര്യം അനാവശ്യമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. റിസർവ് ബാങ്കിന്റെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMOS എന്നാൽ എന്ത്? പണത്തിന്റെ ലഭ്യതയും വിതരണവും നിയന്ത്രിക്കുന്നതിനായി റിസർവ് ബാങ്ക് ധനകാര്യ കമ്പോളത്തിൽ സർക്കാർ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMOS എന്നത് റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന പണനയ ഉപകരണമാണ്. സമ്പദ്വ്യവസ്ഥയിൽ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഇത് സഹായിക്കുന്നു. സർക്കാർ സെക്യൂരിറ്റികൾ വാങ്ങുമ്പോൾ പണം വിപണിയിലേക്ക് എത്തുകയും വിൽക്കുമ്പോൾ വിപണിയിൽ നിന്ന് പണം കുറയുകയും ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് നിയന്ത്രണത്തിനുള്ള ഗുണപരമായ നടപടികൾ ഏതൊക്കെയാണ്? മിനിമം ലിമിറ്റ് അല്ലെങ്കിൽ മാർജിൻ നിർണ്ണയിക്കൽ, ധാർമ്മിക സമ്മർദ്ദം, ക്രെഡിറ്റ് മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കൽ എന്നിവയാണ് ഗുണപരമായ നടപടികൾ. ക്രെഡിറ്റ് നിയന്ത്രണത്തിനുള്ള ഗുണപരമായ നടപടികൾ ചില പ്രത്യേക മേഖലകളിലേക്കുള്ള വായ്പാ പ്രവാഹം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിനെ സഹായിക്കുന്നു. ഈ നടപടികൾ തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിലെ വായ്പാ ലഭ്യതയെയും വ്യവസ്ഥകളെയും സ്വാധീനിക്കുന്നു. സാമ്പത്തിക മേഖലയിലെ പ്രത്യേക പ്രശ്നങ്ങളെ ലക്ഷ്യം വെച്ച് പരിഹാരം കാണുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് നിയന്ത്രണത്തിനുള്ള അളവുപരമായ നടപടികൾ ഏതൊക്കെയാണ്? ബാങ്ക് നിരക്ക്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റെപ്പോ, റിവേഴ്സ് റെപ്പോ നിരക്ക്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നിവയാണ് അളവുപരമായ നടപടികൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സമ്പദ്വ്യവസ്ഥയിലെ പണലഭ്യതയും വായ്പാ വിതരണവും നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങളാണ് അളവുപരമായ നടപടികൾ. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും ഈ നടപടികൾ സഹായകമാണ്. ഈ നയങ്ങൾ ബാങ്കുകളുടെ വായ്പാ ശേഷിയെ നേരിട്ട് ബാധിക്കുന്നു. റെപ്പോ നിരക്ക് എന്നാൽ എന്ത്? ഫണ്ടുകളുടെ ദൗർലഭ്യമുണ്ടാകുമ്പോൾ സെൻട്രൽ ബാങ്ക് RBI വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം നൽകുന്ന നിരക്കാണ് റെപ്പോ നിരക്ക്. രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾക്ക് ഹ്രസ്വകാലത്തേക്ക് പണം ആവശ്യമായി വരുമ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നതിനുള്ള പലിശ നിരക്കാണിത്. റെപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ബാങ്കുകൾക്ക് പണം കൂടുതൽ ചെലവേറിയതാക്കുകയും വായ്പാ നിരക്കുകൾ ഉയർത്തുകയും ചെയ്യും. ഇത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. റിവേഴ്സ് റെപ്പോ നിരക്ക് എന്നാൽ എന്ത്? വാണിജ്യ ബാങ്കുകളിൽ നിന്ന് RBI ഹ്രസ്വകാല നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന നിരക്കാണ് റിവേഴ്സ് റെപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകളുടെ കൈവശം അധിക പണം വരുമ്പോൾ അത് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് ലഭിക്കുന്ന പലിശ നിരക്കാണിത്. റിവേഴ്സ് റെപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ബാങ്കുകളെ അവരുടെ അധിക ഫണ്ട് RBIയിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയും വിപണിയിലെ പണലഭ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR എന്നാൽ എന്ത്? ഒരു വാണിജ്യ ബാങ്ക് തങ്ങളുടെ നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം ലിക്വിഡ് ക്യാഷ്, സ്വർണം അല്ലെങ്കിൽ മറ്റ് അംഗീകൃത സെക്യൂരിറ്റികൾ എന്നീ രൂപങ്ങളിൽ നിലനിർത്തേണ്ട ഏറ്റവും കുറഞ്ഞ അനുപാതമാണ് SLR. ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതിയും കടം വീട്ടാനുള്ള കഴിവും ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് SLR നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത് CRRൽ നിന്ന് വ്യത്യസ്തമായി ബാങ്കുകൾ സ്വന്തം നിലയ്ക്ക് സൂക്ഷിക്കേണ്ട കരുതൽ ധനമാണ്. ഇത് ബാങ്കിംഗ് വ്യവസ്ഥയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായുള്ള ഹൈക്കോടതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 241. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 241 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി ഹൈക്കോടതികൾ സ്ഥാപിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. നിലവിൽ ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് സ്വന്തമായി ഹൈക്കോടതികളുണ്ട്. ഉദാഹരണം ഡൽഹി. മറ്റു ചിലത് അടുത്തുള്ള സംസ്ഥാന ഹൈക്കോടതികളുടെ അധികാരപരിധിയിലാണ് വരുന്നത്.
ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ളതാണ്. എന്താണ് ഡീഫ്ലേഷൻ, ഡിഫ്ലേഷൻ? ഡീഫ്ലേഷൻ എന്നത് പണപ്പെരുപ്പത്തിന് വിപരീതമാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവായ വിലനിലവാരത്തിൽ കുറവുണ്ടാകുകയും കറൻസിയുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഡീഫ്ലേഷൻ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാം, കാരണം സാധനങ്ങളുടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ആളുകൾ വാങ്ങലുകൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ഇത് ഉത്പാദനം കുറയ്ക്കാനും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാനും ഇടയാക്കും. കറൻസി മൂല്യത്തകർച്ച, ഡിവാൽവേഷൻ എന്നാൽ എന്ത്? അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കറൻസി മൂല്യത്തകർച്ച എന്നത് ഒരു രാജ്യം മറ്റ് കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വന്തം കറൻസിയുടെ ബാഹ്യമൂല്യം മനഃപൂർവ്വം കുറയ്ക്കുന്ന പ്രക്രിയയാണ്. പണമടവ് ശേഷി മെച്ചപ്പെടുത്തുക, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നതിലൂടെ അതിന്റെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുകയും ഇത് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇറക്കുമതിക്ക് കൂടുതൽ പണം നൽകേണ്ടി വരുന്നതിനാൽ ഇറക്കുമതി കുറയുകയും വ്യാപാരക്കമ്മി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര പണപ്പെരുപ്പത്തിന് കാരണമാകുകയും ചെയ്യാം. ഡിസിൻഫ്ലേഷൻ എന്നാൽ എന്ത്? ഡിസിൻഫ്ലേഷൻ എന്നത് പണപ്പെരുപ്പത്തിന്റെ നിരക്കിലുണ്ടാകുന്ന കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വിലകൾ ഇപ്പോഴും ഉയരുന്നുണ്ടെങ്കിലും മുൻപുള്ളതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് വർദ്ധിക്കുന്നത്. ഡിസിൻഫ്ലേഷൻ എന്നാൽ വിലകൾ വർദ്ധിക്കുന്നത് തുടരുമ്പോഴും ആ വർധനവിന്റെ വേഗത കുറയുന്ന അവസ്ഥയാണ്. ഇത് പണപ്പെരുപ്പം പൂർണ്ണമായും ഇല്ലാതാവുകയോ വിലകൾ കുറയുകയോ ചെയ്യുന്ന ഡിഫ്ലേഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. സമ്പദ്വ്യവസ്ഥയിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കുകൾ സ്വീകരിക്കുന്ന നടപടികളുടെ ഫലമായി ഡിസിൻഫ്ലേഷൻ ഉണ്ടാകാം. പണപ്പെരുപ്പം കടം വാങ്ങിയവരെയും കടം കൊടുത്തവരെയും എങ്ങനെ ബാധിക്കുന്നു? പണപ്പെരുപ്പ സമയത്ത് കടം വാങ്ങിയവർക്ക് സാധാരണയായി ലാഭമുണ്ടാകുന്നു, കാരണം അവർ കുറഞ്ഞ യഥാർത്ഥ മൂല്യമുള്ള പണം ഉപയോഗിച്ച് വായ്പ തിരിച്ചടയ്ക്കുന്നു. അതേസമയം കടം കൊടുത്തവർക്ക് നഷ്ടം സംഭവിക്കുന്നു. പണപ്പെരുപ്പം ധനകാര്യ വിപണിയിലെ വിവിധ വിഭാഗങ്ങളെ വ്യത്യസ്തമായി ബാധിക്കുന്നു. പണത്തിന്റെ മൂല്യം കുറയുന്നതിനാൽ കടം വാങ്ങിയവർക്ക് കുറഞ്ഞ യഥാർത്ഥ മൂല്യമുള്ള പണം തിരികെ നൽകാൻ സാധിക്കുന്നു. എന്നാൽ കടം കൊടുത്തവർക്ക് തിരികെ ലഭിക്കുന്ന പണത്തിനു മുൻപുണ്ടായിരുന്ന അതേ വാങ്ങൽ ശേഷിയില്ലാത്തതിനാൽ നഷ്ടം സംഭവിക്കുന്നു. പണപ്പെരുപ്പം സ്ഥിര വരുമാനക്കാരെയും മാറുന്ന വരുമാനക്കാരെയും എങ്ങനെ ബാധിക്കുന്നു? പണപ്പെരുപ്പ സമയത്ത് വാങ്ങൽ ശേഷി കുറയുന്നതിനാൽ സ്ഥിര വരുമാനക്കാർക്ക് നഷ്ടം സംഭവിക്കുന്നു. എന്നാൽ മാറുന്ന വരുമാനക്കാർക്ക് അവരുടെ വരുമാനം വർദ്ധിക്കുന്ന വിലകൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ കഴിയുന്നതിനാൽ ലാഭം ലഭിക്കാം. സ്ഥിര വരുമാനമുള്ളവർക്ക്, ഉദാഹരണത്തിന് പെൻഷൻകാർ, പണപ്പെരുപ്പം അവരുടെ യഥാർത്ഥ വരുമാനം കുറയ്ക്കുന്നതിലൂടെ ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ വേരിയബിൾ വരുമാനമുള്ളവർക്ക്, ഉദാഹരണത്തിന് വ്യാപാരികൾ, ബിസിനസ്സുകാർ, പലപ്പോഴും വിലവർധനവിന് അനുസരിച്ച് തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതിനാൽ അവർക്ക് ഇതിൽ നിന്ന് ലാഭമുണ്ടാകാം. സാമ്പത്തികശാസ്ത്രത്തിൽ റീഫ്ലേഷൻ എന്നാൽ എന്ത്? റീഫ്ലേഷൻ എന്നത് സാമ്പത്തിക രംഗത്ത് വിലനിലവാരം വർദ്ധിപ്പിക്കാനും ഡിഫ്ലേഷണറി സമ്മർദ്ദങ്ങളെയോ അമിതമായ കറൻസി ചുരുങ്ങലിനെയോ ചെറുക്കാനും ലക്ഷ്യമിട്ട് പണപരമോ ധനപരമോ ആയ നടപടികളിലൂടെ മനഃപൂർവ്വം നടത്തുന്ന സാമ്പത്തിക ഉത്തേജനമാണ്. റീഫ്ലേഷൻ എന്നത് പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യങ്ങളിലോ സാമ്പത്തിക ചുരുങ്ങൽ ഉണ്ടാകുമ്പോഴോ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ കേന്ദ്ര ബാങ്കുകളോ സർക്കാരുകളോ സ്വീകരിക്കുന്ന നയമാണ്. ഇത് സാധാരണയായി പണലഭ്യത വർദ്ധിപ്പിക്കുക, പലിശനിരക്ക് കുറയ്ക്കുക, അല്ലെങ്കിൽ സർക്കാർ ചെലവുകൾ കൂട്ടുക തുടങ്ങിയ നടപടികളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വിലനിലവാരം ഉയർത്തി സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്റ്റാഗ്ഫ്ലേഷൻ എന്നാൽ എന്ത്? സ്റ്റാഗ്ഫ്ലേഷൻ എന്നത് ഉയർന്ന പണപ്പെരുപ്പം, ഉയർന്ന തൊഴിലില്ലായ്മ, സ്തംഭനാവസ്ഥയിലുള്ള സാമ്പത്തിക വളർച്ച എന്നിവ ഒരേ സമയം നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയാണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്നത് ഒരു സമ്പദ്വ്യവസ്ഥ നേരിടുന്ന ഗുരുതരമായ സാഹചര്യമാണ്, കാരണം പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കടുപ്പമുള്ള നയങ്ങൾ സ്വീകരിച്ചാൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സാധാരണയായി പണപ്പെരുപ്പം ഉയരുമ്പോൾ തൊഴിലില്ലായ്മ കുറയുകയും സാമ്പത്തിക വളർച്ച കൂടുകയുമാണ് പതിവ്. 1970കളിൽ എണ്ണ വിലയിലുണ്ടായ വർധനവ് പല രാജ്യങ്ങളിലും സ്റ്റാഗ്ഫ്ലേഷന് കാരണമായിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ പശ്ചാത്തലത്തിൽ ഗ്രാമസഭയെ നിർവചിക്കുകയോ അതിനായുള്ള വ്യവസ്ഥകൾ നൽകുകയോ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243A.
എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം 1992 വഴിയാണ് അനുച്ഛേദം 243 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് ഗ്രാമസഭയെ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന യൂണിറ്റായി അംഗീകരിക്കുകയും അതിന്റെ അധികാരങ്ങളും ചുമതലകളും നിർവചിക്കാൻ സംസ്ഥാന നിയമസഭകൾക്ക് അധികാരം നൽകുകയും ചെയ്യുന്നു. പ്രാദേശിക സ്വയംഭരണത്തിന്റെ ജനാധിപത്യപരമായ അടിത്തറയാണിത്. ഗ്രാമ, ഇടത്തരം, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം 1992 വഴിയാണ് അനുച്ഛേദം 243 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ത്രിതല ഘടന നിർബന്ധമാക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇടത്തരം തലം, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ രൂപീകരണം ഈ അനുച്ഛേദപ്രകാരം നിർബന്ധമാണ്. ഇത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയെക്കുറിച്ച് പറയുന്നു. പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്തുന്നതിനുള്ള അധികാരം നൽകുകയും അവയുടെ ഫണ്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം 1992 വഴിയാണ് അനുച്ഛേദം 243 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് പഞ്ചായത്തുകൾക്ക് നികുതികൾ, തീരുവകൾ, ടോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുന്നതിനും പിരിച്ചെടുക്കുന്നതിനും അധികാരം നൽകുന്നു. കൂടാതെ സംസ്ഥാന സർക്കാരുകൾക്ക് പഞ്ചായത്തുകൾക്ക് ഗ്രാന്റുകൾ നൽകാനും ഒരു കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കാനും ഈ അനുച്ഛേദം വ്യവസ്ഥ ചെയ്യുന്നു. ഇത് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംഭരണത്തെ ശക്തിപ്പെടുത്തുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം 1992 അനുസരിച്ച് കൂട്ടിച്ചേർത്ത അനുച്ഛേദം 243 പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നിവയുടെ ചുമതല ഈ കമ്മീഷനാണ്. ഇത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ജനാധിപത്യ പ്രക്രിയ ഉറപ്പാക്കുന്നു. നഗരസഭകളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിയമം 1992 വഴിയാണ് അനുച്ഛേദം 243 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് നഗരസഭകളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ സംസ്ഥാന നിയമസഭകൾക്ക് നിയമം മൂലമുണ്ടാക്കാൻ അധികാരം നൽകുന്നു. നഗരസഭകളുടെ സാമ്പത്തിക സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുന്നതിന് ഇത് പ്രധാനമാണ്. നഗരസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിയമം 1992 വഴിയാണ് അനുച്ഛേദം 243 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇത് നഗരസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നിവ ഈ കമ്മീഷന്റെ ചുമതലയാണ്. ഇത് നഗര പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനാധിപത്യ പ്രക്രിയ ഉറപ്പാക്കുന്നു. ജില്ലാ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിയമം 1992 വഴിയാണ് അനുച്ഛേദം 243 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് ജില്ലാ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും വേണ്ടിയുള്ള വികസന പദ്ധതികൾ ഏകീകരിക്കുന്നതിനും ഒരു സമഗ്ര ജില്ലാ വികസന പദ്ധതി തയ്യാറാക്കുന്നതിനും ജില്ലാ ആസൂത്രണ സമിതി, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി (DPC) രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പ്രാദേശിക തലത്തിലെ സമഗ്ര വികസനം ഏകോപിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. സഹകരണ സംഘങ്ങളുടെ രൂപീകരണം, നിയന്ത്രണം, പിരിച്ചുവിടൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം IXB, പാർട്ട് IXB സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 97ാം ഭരണഘടനാ ഭേദഗതി നിയമം 2011 വഴിയാണ് ഇത് കൂട്ടിച്ചേർത്തത്. അനുച്ഛേദം 243 സംസ്ഥാനങ്ങൾക്ക് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നൽകുന്നു. ദേശീയ താൽപര്യാർത്ഥം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 249
അനുച്ഛേദം 249 പ്രകാരം രാജ്യസഭയ്ക്ക് ഒരു പ്രത്യേക പ്രമേയത്തിലൂടെ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അനുവാദം നൽകാം. ഈ നിയമം ഒരു വർഷത്തേക്ക് മാത്രമേ സാധുവായിരിക്കൂ, എന്നാൽ ഓരോ തവണയും ഒരു വർഷത്തേക്ക് വീണ്ടും നീട്ടാവുന്നതാണ്. ധനനയം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പൊതുചെലവ്, നികുതി, പൊതുകടം, കമ്മി ധനസഹായം എന്നിവയുമായി ബന്ധപ്പെട്ട നയങ്ങൾ. ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സ്വാധീനിക്കുന്നതിനായി സർക്കാർ വരുമാനവും ചെലവും എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതാണ് ധനനയം. പൊതുചെലവ്, നികുതി പിരിവ്, പൊതുകടം കൈകാര്യം ചെയ്യൽ, കമ്മി ധനസഹായം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സാമ്പത്തിക വളർച്ച, വില സ്ഥിരത, തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ധനനയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ പാർലമെന്റ് ധന ഉത്തരവാദിത്തവും ബജറ്റ് മാനേജ്മെന്റ് നിയമവും FRBM ആക്ട് പാസാക്കിയത് എന്ന് 2003-ൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ FRBM നിയമം രാജ്യത്തിന്റെ ധനകാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാനും ധനക്കമ്മി കുറക്കാനും ലക്ഷ്യമിടുന്നു. സർക്കാരിന്റെ കടബാധ്യത നിയന്ത്രിക്കുകയും ദീർഘകാല ധനസ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം. ധന ഉത്തരവാദിത്തവും ബജറ്റ് മാനേജ്മെന്റ് നിയമം FRBM ആക്ട് അനുസരിച്ച് സർക്കാരിന്റെ ധനക്കമ്മി സംബന്ധിച്ച് നിശ്ചയിച്ച പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP 3% കുറയ്ക്കുക. FRBM നിയമം ലക്ഷ്യമിട്ട പ്രധാന കാര്യങ്ങളിലൊന്ന് ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP 3% കുറയ്ക്കുക എന്നതായിരുന്നു. ഇത് സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കം വർദ്ധിപ്പിക്കാനും കടബാധ്യത കുറയ്ക്കാനും സഹായിച്ചു. ധനനയത്തിന്റെ പശ്ചാത്തലത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഹോക്കിഷ് സ്റ്റാൻസ് എന്താണ് അർത്ഥമാക്കുന്നത്? പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുക. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഹോക്കിഷ് സ്റ്റാൻസ് എന്നാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനു വേണ്ടി പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു. ഇത് സമ്പദ്വ്യവസ്ഥയിലെ പണത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും ഉപഭോഗത്തെയും നിക്ഷേപത്തെയും തണുപ്പിക്കുകയും ചെയ്യും. മോണിറ്ററി അലൂഷൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഇർവിംഗ് ഫിഷർ. മോണിറ്ററി ഇല്യൂഷൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ഇർവിംഗ് ഫിഷറാണ്. പണത്തിന്റെ യഥാർത്ഥ മൂല്യത്തിലുള്ള മാറ്റങ്ങൾ ആളുകൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, അതായത് നാമമാത്രമായ നോമിനൽ മൂല്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ധനനയത്തിന്റെ പ്രാഥമിക ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? നികുതി പിരിവ്, പൊതുചെലവ്, പൊതുകടം, പുതിയ കറൻസി പുറത്തിറക്കൽ. ധനനയത്തിന്റെ പ്രധാന ഉപകരണങ്ങൾ നികുതി പിരിവ്, സർക്കാർ വരുമാനം, പൊതുചെലവ്, സർക്കാർ ചെലവഴിക്കുന്ന പണം, പൊതുകടം, സർക്കാർ കടം വാങ്ങുന്നത്, പുതിയ കറൻസി പുറത്തിറക്കൽ എന്നിവയാണ്. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർക്കാർ സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. സാമ്പത്തിക പശ്ചാത്തലത്തിൽ നികുതി എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട ഒരു തുക, അതിനു പകരമായി നികുതിദായകന് നേരിട്ടുള്ള നഷ്ടപരിഹാരമോ ആനുകൂല്യമോ ലഭിക്കില്ല. നികുതി എന്നത് സർക്കാരിന്റെ പൊതുസേവനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി വ്യക്തികളും സ്ഥാപനങ്ങളും നിർബന്ധമായും നൽകേണ്ടുന്ന ഒരു സംഭാവനയാണ്. ഇതിനു പകരമായി ഒരു വ്യക്തിക്ക് നേരിട്ടുള്ള പ്രയോജനങ്ങൾ ലഭിക്കുന്നില്ല. ഇത് ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. നികുതിയുടെ പ്രധാന 2 വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. നികുതിയെ പ്രധാനമായും പ്രത്യക്ഷ നികുതി, ഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതി, ഇൻഡയറക്ട് ടാക്സ് എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നു. പ്രത്യക്ഷ നികുതി വ്യക്തിയുടെ വരുമാനത്തിലോ സമ്പത്തിലോ നേരിട്ട് ചുമത്തുന്നതാണ്, ഉദാഹരണത്തിന് ആദായനികുതി. എന്നാൽ പരോക്ഷ നികുതി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ ഉൾപ്പെടുത്തി ഈടാക്കുന്നു, ഉദാഹരണത്തിന് GST. പാഠഭാഗമനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ ബാധകമായ പ്രത്യക്ഷ നികുതികൾ ഏതെല്ലാമാണ്? ആദായനികുതി, ഇൻകം ടാക്സ്, കോർപ്പറേഷൻ നികുതി, കോർപ്പറേഷൻ ടാക്സ്, മിനിമം ആൾട്ടർനേറ്റീവ് നികുതി, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ്, മാറ്റ്. ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന പ്രത്യക്ഷ നികുതികളിൽ ആദായനികുതി, കോർപ്പറേഷൻ നികുതി, മിനിമം ആൾട്ടർനേറ്റീവ് നികുതി, മാറ്റ് എന്നിവ ഉൾപ്പെടുന്നു. ഈ നികുതികൾ വ്യക്തികളുടെയും കമ്പനികളുടെയും വരുമാനത്തിലോ ലാഭത്തിലോ നേരിട്ട് ചുമത്തുന്നവയാണ്. പരോക്ഷ നികുതികൾക്ക് ചില ഉദാഹരണങ്ങൾ നൽകുക.
കേന്ദ്ര എക്സൈസ്, കസ്റ്റംസ്, സേവന നികുതി, മൂല്യവർദ്ധിത നികുതി, വാറ്റ്. പരോക്ഷ നികുതികൾ ഉപഭോക്താക്കൾ നേരിട്ടല്ലാതെ സാധനങ്ങളിലൂടെയോ സേവനങ്ങളിലൂടെയോ സർക്കാരിന് നൽകുന്ന നികുതികളാണ്. ഈ നികുതികൾ അന്തിമ ഉപഭോക്താവിന്റെ മേൽ ചുമത്തപ്പെടുകയും വിലയുടെ ഭാഗമായി ഈടാക്കുകയും ചെയ്യുന്നു. GST നടപ്പിലാക്കിയതോടെ മിക്ക പരോക്ഷ നികുതികളും GSTയിൽ ലയിച്ചു. ഏത് സാമ്പത്തിക വർഷം മുതലാണ് പൊതുചെലവുകളുടെ വർഗീകരണം റവന്യൂ, മൂലധന ചെലവുകളായി മാറിയത്? 2017 മുതൽ 18 വരെ സാമ്പത്തിക വർഷം. 2017 മുതൽ 18 വരെ സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയിൽ പൊതുചെലവുകളുടെ തരംതിരിവ് പ്ലാൻ, നോൺ പ്ലാൻ ചെലവുകൾ എന്ന രീതിയിൽ നിന്ന് റവന്യൂ, മൂലധന ചെലവുകൾ എന്ന രീതിയിലേക്ക് പൂർണ്ണമായി മാറി. ഇത് ചെലവുകളുടെ കാര്യക്ഷമമായ നിരീക്ഷണത്തിനും ബജറ്റ് നിർവഹണത്തിനും സഹായിക്കുന്നു. സാമ്പത്തിക ഉത്തരവാദിത്തവും ബജറ്റ് മാനേജ്മെന്റ് നിയമവും FRBM ആക്ട് എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? 2004 ജൂലൈ 5. FRBM നിയമം 2004 ജൂലൈ 5 പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര സർക്കാരിന്റെ ധനപരമായ അച്ചടക്കം ഉറപ്പാക്കുക, ധനക്കമ്മി കുറയ്ക്കുക, പൊതുകടം കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. റവന്യൂ കമ്മി ഇല്ലാതാക്കുന്നതിനായി FRBM നിയമം ആദ്യം നിശ്ചയിച്ച ലക്ഷ്യം എന്തായിരുന്നു? 2009 മാർച്ച് മാസത്തോടെ റവന്യൂ കമ്മി ഇല്ലാതാക്കുക. FRBM നിയമം റവന്യൂ കമ്മി കുറയ്ക്കുന്നതിനും ധനക്കമ്മി നിയന്ത്രിക്കുന്നതിനും കർശനമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു. തുടക്കത്തിൽ 2009 മാർച്ച് മാസത്തോടെ റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. എന്നാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി കാരണം പിന്നീട് ഈ സമയപരിധി മാറ്റിവെക്കേണ്ടി വന്നു. 2016 മെയ് മാസത്തിൽ രൂപീകരിച്ച FRBM അവലോകന സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? N.K. സിംഗ്. FRBM നിയമത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനും പുതിയ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 2016 മെയ് മാസത്തിൽ ഒരു അവലോകന സമിതി രൂപീകരിച്ചു. ഈ സമിതിയുടെ അധ്യക്ഷൻ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ N.K. സിംഗ് ആയിരുന്നു. N.K. സിംഗ് കമ്മിറ്റിയുടെ ശുപാർശകളനുസരിച്ച് ഇന്ത്യയുടെ കടം GDP അനുപാതത്തിന് നിർദ്ദേശിച്ച ലക്ഷ്യം എന്തായിരുന്നു? ഏതു വർഷത്തോടെ അത് നേടാനായിരുന്നു ലക്ഷ്യമിട്ടത്? 2022 മുതൽ 23 വരെ സാമ്പത്തിക വർഷത്തോടെ 60%, കേന്ദ്ര സർക്കാരിന് 40%, സംസ്ഥാന സർക്കാരുകൾക്ക് 20%. N.K. സിംഗ് കമ്മിറ്റി ഇന്ത്യയുടെ ധനപരമായ ഭാവിക്കായി പ്രധാനപ്പെട്ട ശുപാർശകൾ മുന്നോട്ടുവച്ചു. 2022 മുതൽ 23 വരെ സാമ്പത്തിക വർഷത്തോടെ രാജ്യത്തിന്റെ മൊത്തം കടം GDP അനുപാതം 60% കുറയ്ക്കുക എന്നതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ കടം 40%, സംസ്ഥാന സർക്കാരുകളുടെ കടം 20% നിജപ്പെടുത്താനായിരുന്നു നിർദ്ദേശം. സർക്കാർ വരുമാന പ്രഖ്യാപനങ്ങൾ നിരീക്ഷിക്കാൻ N.K. സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത സ്വതന്ത്ര സ്ഥാപനം ഏതാണ്? ഒരു ധനകാര്യ കൗൺസിൽ, ഫിസ്ക്കൽ കൗൺസിൽ. സർക്കാർ വരുമാന പ്രഖ്യാപനങ്ങളുടെ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുന്നതിനായി N.K. സിംഗ് കമ്മിറ്റി ഒരു സ്വതന്ത്ര ധനകാര്യ കൗൺസിൽ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. ഈ കൗൺസിൽ സർക്കാരിന്റെ ധനപരമായ പ്രസ്താവനകൾ വിലയിരുത്തുകയും പൊതുജനങ്ങൾക്ക് വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നൽകുകയും ചെയ്യും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സർക്കാരിന് ധനപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ അനുവാദം നൽകണമെന്ന് N.K. സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തത്? ദേശീയ സുരക്ഷ, യുദ്ധം, ദേശീയ ദുരന്തം, കൃഷിയിലുണ്ടായ ഗുരുതരമായ പ്രതിസന്ധി, ധനപരമായ പ്രത്യാഘാതങ്ങളുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 4 പാദങ്ങളിലെ ശരാശരി ഉൽപ്പാദന വളർച്ചയിൽ കുറഞ്ഞത് 3% എങ്കിലും ഇടിവ്. അസാധാരണമായ സാഹചര്യങ്ങളിൽ സർക്കാരിന് ധനപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ N.K. സിംഗ് കമ്മിറ്റി ചില ഇളവുകൾ ശുപാർശ ചെയ്തു. ദേശീയ സുരക്ഷാ ഭീഷണികൾ, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, കാർഷിക മേഖലയിലെ രൂക്ഷമായ പ്രതിസന്ധി, ധനപരമായ പ്രത്യാഘാതങ്ങളുള്ള വലിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ, സാമ്പത്തിക വളർച്ചയിലെ കാര്യമായ ഇടിവ് തുടങ്ങിയവ ഈ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത് സർക്കാരിന് അപ്രതീക്ഷിത വെല്ലുവിളികളെ നേരിടാൻ വഴക്കം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്? അനുച്ഛേദം 280. ധനകാര്യ കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം രൂപീകരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി വരുമാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ശുപാർശകൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. രാഷ്ട്രപതിയാണ് കമ്മീഷനെ നിയമിക്കുന്നത്.
ഭരണഘടനാ വ്യവസ്ഥകളനുസരിച്ച് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ എത്ര തവണയാണ് രൂപീകരിക്കുന്നത്? ഓരോ 5 വർഷത്തിലും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 280 അനുസരിച്ച് ധനകാര്യ കമ്മീഷൻ ഓരോ 5 വർഷത്തിലും അല്ലെങ്കിൽ ആവശ്യാനുസരണം നേരത്തെയും രാഷ്ട്രപതി രൂപീകരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും നികുതി വിഹിതം, ഗ്രാന്റുകൾ എന്നിവയെക്കുറിച്ച് ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. ഇന്ത്യയിലെ ആദ്യ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? കെ.സി. നിയോഗി. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള നികുതി വിഹിതം, ഗ്രാന്റുകൾ എന്നിവ ശുപാർശ ചെയ്യുക എന്നതാണ് ധനകാര്യ കമ്മീഷന്റെ പ്രധാന ചുമതല. കെ.സി. നിയോഗിയുടെ അധ്യക്ഷതയിലുള്ള ആദ്യ കമ്മീഷൻ 1951-ൽ രൂപീകൃതമായി. 15ാം ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എൻ.കെ. സിംഗ്. 2017-ൽ രൂപീകരിച്ച 15ാം ധനകാര്യ കമ്മീഷൻ 2020 മുതൽ 21 വരെ മുതൽ 2025 മുതൽ 26 വരെയുള്ള കാലയളവിലെ സാമ്പത്തിക വിഷയങ്ങൾക്കായി ശുപാർശകൾ സമർപ്പിച്ചു. ധനപരമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഈ കമ്മീഷന്റെ ശുപാർശകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് പ്രാബല്യം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 253. അനുച്ഛേദം 253 ഏതെങ്കിലും അന്താരാഷ്ട്ര ഉടമ്പടി, കരാർ അല്ലെങ്കിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ പോലും നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. ഇത് ഇന്ത്യയുടെ വിദേശനയത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്നു. 1 ഇഞ്ച് ഏകദേശം എത്ര സെന്റിമീറ്ററിന് തുല്യമാണ്? 2.54 സെന്റിമീറ്റർ. 1 ഇഞ്ച് എന്നത് 2.54 സെന്റിമീറ്ററിന് തുല്യമായ നീളമാണ്. ബ്രിട്ടീഷ് ഇംപീരിയൽ, യു.എസ്. കസ്റ്റമറി സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഇഞ്ച്. ഇത് മെട്രിക് സിസ്റ്റത്തിലെ സെന്റിമീറ്ററുമായി ബന്ധിപ്പിക്കാൻ ഈ അളവ് ഉപയോഗിക്കുന്നു. 1 അടിയിൽ എത്ര മീറ്ററുണ്ട്? 0.3048 മീറ്റർ. 1 അടി ഫുട്ട് എന്നത് 0.3048 മീറ്ററിന് തുല്യമാണ്. ഇംപീരിയൽ, യു.എസ്. കസ്റ്റമറി സിസ്റ്റങ്ങളിൽ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് അടി. അന്താരാഷ്ട്രതലത്തിൽ മീറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പരിവർത്തനം അടിസ്ഥാനപരമാണ്. 1 മൈൽ എത്ര മീറ്ററിന് തുല്യമാണ്? 1609.34 മീറ്റർ. 1 മൈൽ എന്നത് ഏകദേശം 1609.34 മീറ്ററിന് തുല്യമാണ്. ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇംപീരിയൽ യൂണിറ്റാണിത്. റോഡുകളിലെ ദൂരങ്ങൾ സൂചിപ്പിക്കാൻ സാധാരണയായി മൈൽ ഉപയോഗിക്കുന്നു, എന്നാൽ ശാസ്ത്രീയ കണക്കുകൂട്ടലുകളിൽ മീറ്ററാണ് കൂടുതൽ വ്യാപകം. 1 നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 1.852 കിലോമീറ്റർ. 1 നോട്ടിക്കൽ മൈൽ എന്നത് 1.852 കിലോമീറ്ററിന് തുല്യമാണ്. ഇത് സമുദ്രത്തിലും വ്യോമയാനത്തിലും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. ഭൂമിയുടെ അക്ഷാംശ രേഖാംശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലുകൾക്ക് ഈ യൂണിറ്റ് വളരെ സഹായകമാണ്. 1 ആങ്സ്ട്രോം എത്ര മീറ്ററിന് തുല്യമാണ്? 10⁻1 മീറ്റർ. 1 ആങ്സ്ട്രോം എന്നത് 10⁻1 മീറ്ററിന് തുല്യമായ അതിസൂക്ഷ്മമായ ഒരു നീള യൂണിറ്റാണ്. ആറ്റങ്ങളുടെ വലുപ്പം, പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം തുടങ്ങിയവ അളക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഈ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1 ഏക്കർ ഏകദേശം എത്ര ചതുരശ്ര മീറ്ററിന് തുല്യമാണ്? 4046.86 ചതുരശ്ര മീറ്റർ. 1 ഏക്കർ എന്നത് ഏകദേശം 4046.86 ചതുരശ്ര മീറ്ററിന് തുല്യമായ വിസ്തീർണമാണ്. ബ്രിട്ടീഷ് ഇംപീരിയൽ, യു.എസ്. കസ്റ്റമറി സിസ്റ്റങ്ങളിൽ ഭൂമിയുടെ വിസ്തീർണം അളക്കാൻ ഇത് ഉപയോഗിക്കുന്നു. കൃഷിഭൂമി, വലിയ പ്ലോട്ടുകൾ എന്നിവയുടെ അളവുകൾക്ക് ഈ യൂണിറ്റ് സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നു. ഒരു ഗ്രെയിനിൽ എത്ര മില്ലിഗ്രാം ഉണ്ട്? 64.8 മില്ലിഗ്രാം. ഗ്രെയിൻ എന്നത് ഒരു പഴയ ഭാരത്തിന്റെ യൂണിറ്റാണ്, പലപ്പോഴും വെടിമരുന്ന്, മരുന്നുകൾ എന്നിവയുടെ അളവിൽ ഉപയോഗിക്കുന്നു. 1 ഗ്രെയിൻ ഏകദേശം 64.7989 മില്ലിഗ്രാമിന് തുല്യമാണ്.
ഈ യൂണിറ്റ് ഇപ്പോൾ മെട്രിക് സമ്പ്രദായം കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ സാധാരണയായി കാണാറില്ലെങ്കിലും ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. ഒരു ഔൺസിന്റെ ഭാരം ഗ്രാമിൽ എത്രയാണ്? 28.35 ഗ്രാം. ഔൺസ് എന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ അളവ് സമ്പ്രദായത്തിലെ ഒരു ഭാരത്തിന്റെ യൂണിറ്റാണ്. ഇത് സാധാരണയായി ഭക്ഷണപദാർത്ഥങ്ങൾ, ദ്രാവകങ്ങൾ, ലോഹങ്ങൾ എന്നിവയുടെ അളവെടുക്കാൻ ഉപയോഗിക്കുന്നു. 1 ഔൺസ് ഏകദേശം 28.3495 ഗ്രാമാണ്. ഒരു പൗണ്ടിൽ എത്ര ഗ്രാമുണ്ട്? 453.592 ഗ്രാം. പൗണ്ട് എന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ അളവ് സമ്പ്രദായത്തിലെ ഒരു ഭാരത്തിന്റെ യൂണിറ്റാണ്. ഇത് വലിയ അളവിലുള്ള വസ്തുക്കളുടെ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നു. ഒരു പൗണ്ട് ഏകദേശം 453.59237 ഗ്രാമിന് തുല്യമാണ്. ഒരു കുതിരശക്തിയുടെ ഹോഴ്സ് പവർ വാട്ടിൽ എത്രയ്ക്ക് തുല്യമാണ്? 735.499 വാട്ട്. കുതിരശക്തി ഹോഴ്സ് പവർ എന്നത് പവറിന്റെ ഒരു യൂണിറ്റാണ്. ഇത് എഞ്ചിനുകളുടെയും മോട്ടോറുകളുടെയും ശക്തി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. വാട്ട് എന്നത് സി യൂണിറ്റിലെ പവറിന്റെ യൂണിറ്റാണ്. 1 കുതിരശക്തി ഏകദേശം 735.499 വാട്ടിന് തുല്യമാണ്. അതിന്റെ പൂർണ്ണരൂപം എന്ത്? ആന്റിഡയൂർട്ടിക് ഹോർമോൺ. അഥവാ ആന്റിഡയൂർട്ടിക് ഹോർമോൺ വൃക്കകളിലെ ജലത്തിന്റെ പുനരാകിരണം നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. ഇത് ശരീരത്തിലെ ജലാംശം സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. എയ്ഡ്സ് എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് എന്നത് മനുഷ്യന്റെ പ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തുന്ന ഒരു രോഗമാണ്. HIV വൈറസാണ് ഈ രോഗത്തിന് കാരണം. ഈ സിൻഡ്രോം ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷി നശിപ്പിച്ച് അണുബാധകൾക്കും രോഗങ്ങൾക്കും എളുപ്പത്തിൽ ഇരയാക്കുന്നു. അമു വികസിപ്പിക്കുക. അറ്റോമിക് മാസ് യൂണിറ്റ്. അമു അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും പിണ്ഡം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന യൂണിറ്റാണ്. കാർബൺ 12 ഐസോടോപ്പിന്റെ ഒരു ആറ്റത്തിന്റെ പിണ്ഡത്തിന്റെ 1/12 ഭാഗമായാണ് ഇത് നിർവചിച്ചിരിക്കുന്നത്. ഇത് അറ്റോമിക തലത്തിലുള്ള പിണ്ഡം അളക്കുന്നതിനുള്ള ഒരു സാധാരണ അളവുകോലാണ്. അവാക്സിന്റെ പൂർണ്ണരൂപം എന്ത്? എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അവാക്സ് അഥവാ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന റഡാർ സംവിധാനമാണ്. ഇത് വ്യോമാതിർത്തി നിരീക്ഷിക്കാനും ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും കണ്ടെത്താനും ഉപയോഗിക്കുന്നു. യുദ്ധമേഖലയിൽ വ്യോമ മേൽക്കോയ്മ നിലനിർത്താൻ ഈ സംവിധാനം നിർണായകമാണ്. കമ്പ്യൂട്ടിംഗിൽ ബേസിക് എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബേസിക് എന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കുന്നവർക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ലളിതമായ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. തുടക്കക്കാർക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഇത് സഹായിച്ചു. ഇതിന്റെ ലാളിത്യം കാരണം 1970-കളിലും 80-കളിലും ഇത് വളരെ പ്രചാരത്തിലായിരുന്നു. BCG വികസിപ്പിക്കുക. ബാസിലസ് കാൽമെറ്റ് ഗുവേറിൻ. BCG അഥവാ ബാസിലസ് കാൽമെറ്റ് ഗുവേറിൻ ക്ഷയരോഗം, ട്യൂബർകുലോസിസ് തടയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ്. മൈക്കോബാക്ടീരിയം ബോവസ് എന്ന ബാക്ടീരിയയുടെ ദുർബലപ്പെടുത്തിയ രൂപം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. നവജാത ശിശുക്കൾക്ക് സാധാരണയായി ഈ വാക്സിൻ നൽകുന്നു. BTUയുടെ പൂർണ്ണരൂപം എന്താണ്? ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. താപത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU. ഒരു പൗണ്ട് വെള്ളത്തിന്റെ താപനില ഒരു ഫാരൻഹീറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജത്തെ ഇത് സൂചിപ്പിക്കുന്നു. പ്രധാനമായും ഊർജ്ജ വ്യവസായത്തിലും ചൂടാക്കൽ, തണുപ്പിക്കൽ സംവിധാനങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെടുന്നു. CCTV എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ CCTV എന്നത് ഒരു പ്രത്യേക കൂട്ടം മോണിറ്ററുകളിലേക്ക് ചിത്രങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോ ക്യാമറകളുടെ ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. സുരക്ഷാ നിരീക്ഷണത്തിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. CFC വികസിപ്പിക്കുക. ക്ലോറോ കാർബണുകൾ CFC എന്നത് ക്ലോറിൻ,
ഫ്ലൂറിൻ, കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളാണ്. ഇവ റഫ്രിജറന്റുകളിലും എയറോസോൾ പ്രൊപ്പല്ലന്റുകളിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമായതിനാൽ ഇവയുടെ ഉപയോഗം നിയന്ത്രിച്ചിരിക്കുകയാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ വഴിയാണ് ഇത് നിയന്ത്രിച്ചത്. CNG എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? കംപ്രഡ് നാച്ചുറൽ ഗ്യാസ്. കംപ്രഡ് നാച്ചുറൽ ഗ്യാസ് CNG എന്നത് ഉയർന്ന മർദ്ദത്തിൽ സംഭരിച്ചിരിക്കുന്ന പ്രകൃതിവാതകമാണ്. വാഹനങ്ങൾക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഇത് പെട്രോളിനും ഡീസലിനും ഒരു പരിസ്ഥിതി സൗഹൃദ ബദലാണ്. ഇത് മലിനീകരണം കുറയ്ക്കുകയും കൂടുതൽ കാര്യക്ഷമമായ ജ്വലനം നൽകുകയും ചെയ്യുന്നു. CNS-ന്റെ പൂർണ്ണരൂപം എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. മനുഷ്യശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം CNS. തലച്ചോറും സുഷുമ്നാ നാഡിയും ഇതിൽ ഉൾപ്പെടുന്നു. ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് CNS ആണ്. ക്രോ വികസിപ്പിക്കുക. കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ക്രോ എന്നത് ഒരു ഇലക്ട്രോണിക് പരിശോധനാ ഉപകരണമാണ്. വൈദ്യുത സിഗ്നലുകളുടെ തരംഗരൂപങ്ങൾ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. വോൾട്ടേജ്, ആവൃത്തി, ആംപ്ലിറ്റ്യൂഡ് എന്നിവ അളക്കാൻ ഇത് എഞ്ചിനീയറിംഗ്, ശാസ്ത്രമേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. CRT എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് CRT എന്നത് പഴയകാല ടെലിവിഷനുകളിലും കമ്പ്യൂട്ടർ മോണിറ്ററുകളിലും ഉപയോഗിച്ചിരുന്ന ഒരു വാക്വം ട്യൂബ് സാങ്കേതികവിദ്യയാണ്. ഇലക്ട്രോൺ ബീമുകൾ ഒരു ഫോസ്ഫർ പൂശിയ സ്ക്രീനിൽ പതിപ്പിച്ച് ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്ന തത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. DDT-യുടെ പൂർണ്ണരൂപം എന്താണ്? ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ DDT ഒരു സിന്തറ്റിക് കീടനാശിനിയാണ്. മലേറിയയും മറ്റ് രോഗങ്ങളും പരത്തുന്ന കൊതുകുകളെ നിയന്ത്രിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും പരിസ്ഥിതിയിലും മനുഷ്യരിലും ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങൾ കാരണം പല രാജ്യങ്ങളിലും ഇതിന്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്.